have the courtesy to see that. I have no courtesy to meet you. I have no courtesy to meet you. You think that you are the proper person. Maybe. You should realize that political parties behave properly. Nobody is there. All political parties. No. You ask your subordinates. You are chair. There are chairs. You sit down there. Don't get angry. Not angry, sir. We have got our Conference hall. Don't throw your weight here. Please be polite. Be civilized. You are dealing with the chief electoral officer. We all know about subordinates. We are not your subordinates. We will. I am not saying you are my subordinate. Who told you that you are my subordinate? നമസ്കാരം. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിൽ കയർത്ത് സംസാരിച്ച് BJP നേതാക്കൾ. അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിക്കരുതെന്ന ടിക്കാറാം മീണയുടെ കർശന നിർദ്ദേശത്തിൽ അതൃപ്തരായ BJP നേതാക്കളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് അപമര്യാദയായി പെരുമാറിയത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷന് മുന്നിൽ പെരുമാറ്റത്തിന്റെ പുതിയ ഭാഷ്യം ഒരുക്കേണ്ടത് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ? അതിനോടൊപ്പം സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമാകാത്ത UDFന് തലവേദന ഉണ്ടാക്കുന്ന വാർത്തകളാണ് കോട്ടയത്ത് നിന്നും വരുന്നത്. മാണിയുടെയും കൂട്ടരുടെയും പെരുമാറ്റത്തിൽ നിരാശനായി PJ ജോസഫിനെ പെരുമാറ്റച്ചട്ടം നോക്കാതെ പ്രകോപിപ്പിച്ച് KM മാണിയും. പെരുമാറ്റ ചട്ടലംഘനത്തിന്റെ വലിയ വാർത്തകളുടെ ദിവസത്തിൽ ന്യൂസ് ആൻഡ് ന്യൂസ് അന്വേഷിക്കുന്നത് പ്രധാനമായി 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിക്കരുതെന്ന് പറഞ്ഞ ടിക്കാറാം മീണയോട് BJP നേതാക്കളുടെ പെരുമാറ്റം ചട്ടലംഘനമോ? വർക്കിംഗ് ചെയർമാന് സീറ്റ് കൊടുക്കാത്ത മാണിയുടെ പെരുമാറ്റം രാഷ്ട്രീയ ധാർമ്മികതയുടെ ചട്ടലംഘനമോ? പെരുമാറ്റത്തിന് ആർക്കൊക്കെ ചട്ടം വേണം? ന്യൂസ് ആൻഡ് ന്യൂസ് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ഇന്ന് ചർച്ചയിൽ ചേരുന്നത് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ആന്റണി രാജു, ഒപ്പം BJPയുടെ നേതാവ് ശ്രീ MS ശ്യാംകുമാർ, കേരള സ്റ്റുഡൻസ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാകേഷ്, യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന അധ്യക്ഷൻ സജി മഞ്ഞക്കടമ്പൻ, കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവരോടൊപ്പം അഡ്വക്കേറ്റ് A റഹീമും അല്പസമയത്തിനകം ചർച്ചയിൽ ചേരും. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഏറ്റവും ആദ്യം അന്വേഷിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയിലെ ചട്ടലംഘനത്തെക്കുറിച്ചുള്ള പരാതികളാണ്. വർക്കിംഗ് ചെയർമാന് സീറ്റ് കൊടുക്കാതെ ചട്ടം ധാർമ്മികമായി ലംഘിച്ചു എന്ന ഒരു പരാതി കോൺഗ്രസിന്റെ തന്നെ സാധ്യതകളെ ഇല്ലാതാക്കുന്നു, UDFന്റെ കോട്ടയം സാധ്യതകളെ ഇല്ലാതാക്കുന്നു, തോമസ് ചാഴിക്കാടിന് തലവേദന ഉണ്ടാക്കുന്നു. എന്താണ് ഈ ചട്ടലംഘനത്തിന്റെ ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രതികരണം? കേരള കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ബഹുമാനായ PJ ജോസഫ് സാറ് പാർലമെന്റിലേക്ക് 2 സീറ്റ് വേണം, PJ ജോസഫ് സാറ് കേരള കോൺഗ്രസ് പാർട്ടിയിൽ 2 സീറ്റ് വേണമെന്ന് ഐക്യജനാധിപത്യ മുന്നണിയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. കേരള കോൺഗ്രസിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പ് ഈ 2 പാർട്ടികളും സംയുക്തമായിരുന്ന കാലഘട്ടത്തിൽ 3 പാർലമെന്റ് സീറ്റ് വരെ ഉണ്ടായിരുന്നു. ഒന്ന് നമുക്കറിയാം, മൂവത്തപുരത്ത് K മോഹൻദാസും, മൂവാറ്റുപുഴ ബേബിയും, അതോടൊപ്പം തന്നെ നമ്മുടെ കോട്ടയത്ത് സ്കറിയ തോമസും മത്സരിക്കുന്നത്, ബേബി മുണ്ടക്കൽ മൂവാറ്റുപുഴ. അപ്പൊ അതിനുശേഷം പാർട്ടി 2 ശേഷം ബേബി മുണ്ടക്കൽ പാർട്ടി 2 ശേഷം ജോസഫ് ഗ്രൂപ്പിന് LDFിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നു, UDFിൽ മാണി ഗ്രൂപ്പിന് സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി ലയിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് കിട്ടണമെന്നത് കിട്ടിയില്ല. അതുകൊണ്ട് ആ നഷ്ടം നികത്തുന്നതിനുണ്ട് ഈ വർഷം 2 സീറ്റ് ഈ പ്രാവശ്യ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചോദിച്ചു, അത് ലഭിച്ചില്ല. അപ്പോൾ ലഭിച്ചെങ്കിൽ 2ാമത്തെ സീറ്റിൽ ഇടുക്കിയിൽ മത്സരിക്കണമെന്നാണ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഏതായാലും അങ്ങനെ ലഭിക്കാതെ വന്ന സാഹചര്യം അദ്ദേഹം കോട്ടയം സീറ്റിലേക്ക് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ അത് ദൗർഭാഗ്യവശാൽ നമുക്കറിയാം ചില ബുദ്ധിമുട്ടുകളുടെ ഫലമായി അവിടെ ചാഴികാടിന് സീറ്റ് കൊടുക്കുകയാണ് ഉണ്ടായത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മറ്റ് ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരുമായിട്ട് ബാണി സാറും അതുപോലെ PJ ജോസഫ് സാറും ഒക്കെ ഇപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
യാതൊരു സംശയവുമില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സമവായത്തിലെത്തും. ഈ പാർട്ടി ഒരു പിളർപ്പ് ഒഴിവാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ചു, ചാഴികാരനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അദ്ദേഹം ഐക്യജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥി, യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഈ സീറ്റ് തർക്കത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ചെറിയ അവസരത്തിന്റെ പേരിൽ അദ്ദേഹം പരാജയപ്പെടുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു നീക്കമൊന്നും ഈ പാർട്ടിക്കുള്ളിൽ ഈ പാർട്ടിയിൽ നിന്ന് നടക്കില്ല. അങ്ങനെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തും അല്ലെ പരാജയപ്പെടും എന്നൊക്കെ ഉള്ളത് മറ്റ് അല്ലെങ്കിൽ ചിലരുടെയൊക്കെ വ്യാമോഹം മാത്രമാണ്. ഞങ്ങൾക്കൊന്നും മാത്രമേ പറയുവാനുള്ളൂ. ഇപ്പോൾ പാർട്ടി വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് സാർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം അത് തികച്ചും ന്യായമാണ്. അദ്ദേഹത്തിന് കൂടി മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം കേരള കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും കൂടി ഒരുക്കി കൊടുക്കേണ്ടതാണ്. ഒരുക്കി കൊടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഇതിന്റെ പേരിലൊന്നും ഈ പറഞ്ഞ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് ശിഥിലമാകുമെന്നോ കേരള കോൺഗ്രസിനെ രണ്ടാക്കാമെന്നോ എന്ന് ആരും വിചാരിച്ചാലോ. ചോദ്യം ശ്രീ സജീവ് മലക്കടമ്പൻ, ഈ അദ്ദേഹത്തിന് കൂടി മത്സരിക്കാനുള്ള ഒരു സാധ്യത ഒരുക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് തന്നെ അദ്ദേഹത്തിന് കൂടി ഒന്ന് മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കണമെന്നാണോ? രണ്ടുപേർ മത്സരിക്കുമെന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, ഒരിക്കലുമല്ല. കോട്ടയത്ത് ഇന്ന് അദ്ദേഹം ചാനൽ ബഹുമാനപ്പെട്ട പി ജെ സാർ മുമ്പേ പറഞ്ഞ് ഞാൻ കേട്ടത് ഐക്യജനാധിപത്യ മുന്നണിയെ തകർക്കുന്ന ഒരു തീരുമാനത്തിനും ഇല്ലെന്നും മാത്രമല്ല ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ 20 സ്ഥാനാർത്ഥികൾ 20 മണ്ഡലത്തിൽ വിജയിക്കുന്ന സാഹചര്യമുണ്ട്. 20 സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്നാണ് പറഞ്ഞത്. അതിനകത്തും അദ്ദേഹം എപ്പോഴാണ് പറയാത്തത് സാർ? ഇത്രയും കാലം പിളർന്നപ്പോഴൊക്കെ ഓരോ ഘടകവും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ട് അതിലൊന്നും വലിയ പുതുമയില്ല. ഇവിടെ ഇപ്പോൾ പി ജെ ജോസഫ് പറയുന്നത് എപ്പോൾ പാർട്ടി വിടേണ്ടി വന്ന സാഹചര്യം വന്നാലും UDF-ൽ നിൽക്കാൻ ഇടം ലഭിക്കണം, കോട്ടയത്ത് സ്ഥാനാർത്ഥി വിജയിച്ചില്ലെങ്കിൽ തനിക്കൊപ്പമുള്ളവരെ കുറ്റപ്പെടുത്തരുത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഈ UDF-ലെ നേതാക്കളോടൊക്കെ പറയാനുള്ളത്. അതായത് മാണിയോടൊപ്പം കഴിഞ്ഞത് കഴിഞ്ഞു, അത് സഹിക്കാനുള്ളതൊക്കെ സഹിച്ചു കഴിഞ്ഞു, ഇനി എങ്ങനെ വിട്ടുപോകാം എന്നുള്ളതിന്റെ ഒരു വലിയ സാഹചര്യം നോക്കിയിരിക്കുകയാണ്. അതിലിനി തോമസ് ചാഴിക്കാടൻ പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, ഇനി ജോസഫിന് മാണിയോടൊപ്പം ഒരു തുടർച്ചയില്ല. അത് തന്നെയാണ് ഉറപ്പ് വരുത്തുന്നത് പി ജെ ജോസഫ് ഈ ചർച്ചകളിൽ. ഒരിക്കലുമില്ല. ഞാൻ മുമ്പ് അദ്ദേഹം പറയുന്നത് കേട്ടു, അദ്ദേഹം പറയുകയുണ്ടായി, ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ തോമസ് ചാഴികാടൻ പരാജയപ്പെട്ടാൽ അതിന് ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ലായിരിക്കും അല്ലെങ്കിൽ ജോസഫ് സാർ ആയിരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഐക്യ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥികൾ മുഴുവൻ വിജയിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇവിടെ കോട്ടയത്ത് അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചില്ല എന്നുകൊണ്ട് ഇവിടെ ഐക്യ ജനാധിപത്യ മുഴുവൻ തകർക്കാനായിട്ട് പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുമെന്ന് ഞങ്ങളാരും കരുതുന്നില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്, സംഭവിക്കുകയുമില്ല. രണ്ട്, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഐക്യ ജനാധിപത്യ മുന്നണിയെ ബലപ്പെടുത്തുവാൻ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി കൂടി ഇടപെട്ടുകൊണ്ട് ഐക്യജനാധിപത്യം മറ്റ് ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ച് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി സീറ്റിനെ സംബന്ധിച്ച് സെറ്റിൽമെന്റ് ആയില്ലെങ്കിൽ എന്ത് സെറ്റിൽമെന്റ് ആണ് സാർ? സാധ്യത കൂടി ഉണ്ടെങ്കിൽ ജോസഫ് വേറെ പോകും, വേറെ പാർട്ടിയായി പോകും. ഇനി ഒരു സീറ്റ് കൂടെ മാണിക്ക് കിട്ടുകയാണെങ്കിൽ സജീവ് മഞ്ഞക്കടമ്പിന് വല്ല ലാഭം ഉണ്ടോ എന്ന് നോക്കാം. അതല്ലാതെ ഇനി അതിനകത്ത് വേറെ ഒന്നും ഇല്ലല്ലോ. അത് അങ്ങനെയുള്ളവർ പറയുന്നതിന് അർത്ഥവുമുണ്ട്. ഞാൻ തിരിച്ചു വരാം. ശ്രീ രാജേഷ്, കുറച്ചുകൂടി താഴോട്ടുള്ള യുവ നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കട്ടെ. ശ്രീ രാജേഷ്, എന്താണ് നിങ്ങളുടെ യുവജന വിഭാഗത്തിന്, വിദ്യാർത്ഥി വിഭാഗത്തിന് ഈ കാര്യത്തിൽ പറയാനുള്ളത്? നിങ്ങൾക്കൊക്കെയുള്ള സാധ്യതകളെ അടച്ചുകൊണ്ട് ജോസ് കെ മാണി വലിയ പ്രബലനായി കേരള കോൺഗ്രസ് മാണിയിൽ നേതാവായി ഉയരുന്നതിന്റെ ചിത്രം തെളിയുകയാണ് ഇപ്പോൾ. കേരള കോൺഗ്രസിൽ ഇനി KM മാണിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആയിക്കഴിഞ്ഞു. ഇനി ഒരു UPA-യുടെ സർക്കാർ ഉണ്ടാകുകയാണെങ്കിൽ കേരള കോൺഗ്രസിന്റെ ഭാഗമായി മന്ത്രിയാകുക എന്നുള്ളത് പി ജെ ജോസഫിന് പോലും സാധ്യമല്ലാത്ത വിധം ജോസ് കെ മാണിക്കുള്ള സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട് ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു ഫോർമുല ഉണ്ടായിരിക്കുന്നത്. പി ജെ ജോസഫ് പുറത്തേക്ക് പോകുന്നത് ഈ ഘട്ടത്തിൽ UDF-ന്റെ കോട്ടയത്തെ സാധ്യതകളെ എങ്ങനെയാണ് ബാധിക്കുക? പുറത്തേക്കെന്ന് പറഞ്ഞാൽ KM മാണിയുടെ അടുത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നതിൽ നിന്ന്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, അഭ്യൂഹങ്ങളാണ് ഇതിനകത്ത് വളരെ കൂടുതൽ പ്രചരിക്കുന്നത്. പി ജെ ജോസഫ് സാർ നിലവിൽ കേരള കോൺഗ്രസ് M എന്ന് പറയുന്ന പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനാണ്. അതിന്റെ ചെയർമാനായി തുടരുന്നത് KM മാണി സാറാണ്. അദ്ദേഹം ഇന്നും സുശക്തനായി കേരള കോൺഗ്രസ് M-ന്റെ ചെയർമാനായി മുന്നോട്ട് പോകുന്നു. ശ്രീ പി ജെ ജോസഫ് സാർ അതിന്റെ വർക്കിംഗ് ചെയർമാനായി മുന്നോട്ട് പോകുന്നു. അതിന് ഡെപ്യൂട്ടി ചെയർമാൻ, വൈസ് ചെയർമാൻ, മറ്റ് നിരവധി ജനറൽ സെക്രട്ടറിമാർ, ഓഫീസ് ചെയർ സെക്രട്ടറി ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ KM മാണി സാർ സുശക്തനായി വളരെ ക്രിയാത്മകതയോടുകൂടി ചെയർമാൻ സ്ഥാനം നിലനിർത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന്റെ ഭാവി നേതാവ് ആര് എന്ന് ചർച്ച ചെയ്യാനുള്ള കാലം അല്ലെങ്കിൽ സമയമായിട്ടില്ല. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കോട്ടയം സീറ്റിനെ സംബന്ധിക്കുന്ന ചർച്ചകൾ ഈ രീതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. അതിനെനിക്കുള്ള ഉത്തരവെന്ന് പറയുന്നത് 1985
ഇപ്പം കുറച്ചു മുമ്പ് ശ്രീ സജി മഞ്ഞക്കടമ്പൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അന്ന് 3 സീറ്റിലേക്കാണ് കേരള കോൺഗ്രസ് മത്സരിച്ചത്. മുകുന്ദപുരം, മൂവാറ്റുപുഴ, കോട്ടയം. അതിൽ താങ്കളെക്കാൾ മുതിർന്ന നേതാവ് സജി മഞ്ഞക്കടമ്പന് പറയാം. പോകാൻ സമയമില്ല. കുട്ടികൾ അറിയേണ്ടത് എന്താണ് എന്നുള്ളത് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അറിയേണ്ട കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. ഇവിടെ ഇപ്പോൾ ജോസഫ് ഒരു കാര്യം തീർച്ചപ്പെടുത്തി, അറിയില്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അറിയാവുന്ന ഘടകകക്ഷി പാർട്ടിയായി കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗം UDF-ൽ തുടരാൻ പോകുകയാണ് എന്നതാണ് കോൺഗ്രസുമായുള്ള ചർച്ചയിൽ ഇനിയിപ്പോൾ അവസാന വാക്കായി എത്തേണ്ട ഒരു കാര്യം. അതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുള്ള സാധ്യത പറഞ്ഞ കാര്യം 1 മിനിറ്റിൽ കൺക്ലൂഡ് ചെയ്തോളാം. ഞാൻ പറഞ്ഞു വന്നത് എത്ര മാത്രമേ ഉള്ളൂ. 1985 കോട്ടയം സീറ്റിലേക്ക് ശ്രീ സ്കറിയ തോമസിനെ KM മാണി സാർ മുന്നോട്ട് വെച്ചപ്പോൾ അന്നും PJ ജോസഫ് സാർ പറഞ്ഞൊരു കാര്യം, ശ്രീ സ്കറിയ തോമസിന്റെ സ്ഥാനാർത്ഥിത്വം വിജയിക്കില്ല, കാരണം പൊതുജനങ്ങൾ അത് അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്, വിജയ സാധ്യത കുറവാണ്. ആ കാര്യം തന്നെ ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നു. കോട്ടയത്ത് സീറ്റിൽ നമ്മൾ ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കുമ്പോൾ വിജയം മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ള ഏക ചോദ്യചിഹ്നം. വിജയം അത് ഞങ്ങളുടെ മാത്രമല്ല, UDF-ന്റെ പൊതുവായ മാനദണ്ഡം ഈ തവണ വിജയിച്ചേ പറ്റൂ. ഓരോ സീറ്റും നിർണായകം. അങ്ങനെയുള്ളപ്പോൾ ഏറ്റവും കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഇന്ന് കോട്ടയത്ത് മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയുന്ന നമ്പർ 1 കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ശ്രീ PJ ജോസഫ് സാറാണ്. അതിന് ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും എതിരഭിപ്രായമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കണം എന്ന ആവശ്യമാണ് യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഒന്നായി, അത് ഒരു ഗ്രൂപ്പ് വ്യത്യാസവും ഇല്ലാതെ മുന്നോട്ട് വെച്ച കാര്യം ഒന്നാണ്. അത് മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്. അതായത് PJ ജോസഫിന് ഇത്രമാത്രം സാധ്യതയുള്ള കോട്ടയത്തെ കുറിച്ച് അദ്ദേഹത്തിനും നിങ്ങൾക്കുമൊക്കെയുള്ള ആത്മവിശ്വാസം തകർത്തതപ്പോൾ ആരാണ്? തീർച്ചയായിട്ടും ഈ പാർട്ടിക്കകത്ത് ചില കോക്കസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യം അതാണ്. ചിലവർക്ക് ചില മാക്ബത്ത് സിൻഡ്രോം പിടിച്ചിട്ടുണ്ട്. ചിലർ ഈ പാർട്ടിക്കകത്ത് മാക്ബത്തിനെ പോലെയാണ് പെരുമാറുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ശ്രീ മാക്ബത്ത് എന്ന് പറയുന്നത് ഒരു നല്ല കഥാപാത്രമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിനകത്തേക്ക് എന്ത് കടന്നുകൂടി? അദ്ദേഹത്തിന്റെ മനസ്സിനകത്തേക്ക് അധികാരത്തിന്റെ ദുരാഗ്രഹം കടന്നുകൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ദുരാഗ്രഹം ആ മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു കയറ്റി അല്ലെങ്കിൽ കുത്തിവെച്ച് ആ മനുഷ്യനെ ഒരു നെഗറ്റീവ് കഥാപാത്രമാക്കി മാറ്റുകയാണ് ചെയ്തത്. ആ നെഗറ്റീവ് കഥാപാത്രമാക്കി മാറ്റി ചിലവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഒരു പ്രബലമായ അടുക്കള ജനാധിപത്യം, ഒരു പ്രബലമായ ഗ്രൂപ്പിസം, ഒരു പ്രബലമായ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. ആ കോക്കസിന്റെ പിടിയിൽ ചില യുവ നേതാക്കന്മാർ പോയി പെട്ടുപോകുന്നതാണ് ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അപജയത്തിന് കാരണം. വളരെ പ്രമുഖരായ 2 യുവ നേതാക്കളിൽ 2 പേരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. താങ്കൾ അതിലൊരാളാണ്. ഇനി ബാക്കിയുള്ള ആൾ സജി മഞ്ഞക്കടമ്പനാണ്. സജി, മാക്ബത്ത് സിൻഡ്രോം ആർക്കാണ്? ആരാണ് ഈ അധികാരത്തിന്റെ വല്ലാതെ മത്ത് പിടിച്ച ആളുകൾ, ഈ കോക്കസ്, അടുക്കള ക്യാബിനറ്റിന്റെ ഒക്കെ ആളുകൾ നിങ്ങളുടെ പാർട്ടിയിൽ? PJ ജോസഫിന് സീറ്റ് കൊടുക്കാതെ കോട്ടയത്തെ ബലി കൊടുക്കുന്നവർ ആരാണ് നിങ്ങളുടെ പാർട്ടിയിൽ? അല്ല, അതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ എനിക്കറിയാവുന്നൊരു കാര്യം, ഏതായാലും PJ ജോസഫ് സാർ സീറ്റ് ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ ചെയർമാൻ ഒരു സീറ്റ് ആവശ്യപ്പെട്ടാൽ, ചെയർമാൻ ഏത് സീറ്റ് ആവശ്യപ്പെട്ടാലും അത് കൊടുക്കണം. ചെയർമാൻ മത്സരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വർക്കിംഗ് ചെയർമാൻ ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കുന്നതിന് തെറ്റില്ലായിരുന്നു, അത് കൊടുക്കാമായിരുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസിന്റെ ജില്ലാ ഘടകത്തിലെ ചില എതിർപ്പിന്റെ ഫലമായിട്ടാണ് കൊടുക്കാത്തതെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേട്ടത്. ഏതായാലും ഇങ്ങനെ നമുക്കറിയാം, പാർട്ടിയുടെ ഹൈപ്പവർ കമ്മിറ്റി അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയൊക്കെ കൂടി സാധാരണഗതിയിൽ തീരുമാനിക്കാവുന്ന ഒരു വിഷയം താഴെ തലത്തിലേക്ക് ചർച്ചയ്ക്ക് വിട്ടതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ തർക്കമുണ്ടായതും ഒരുപക്ഷെ PJ ജോസഫിന് സീറ്റ് ലഭിക്കാതെ പോയെന്നാണ് ഞാൻ കരുതുന്നത്. PJ ജോസഫിന് സീറ്റ് കൊടുക്കാതെ ഈ അടുക്കള ഭരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നടത്തിയത് ആരാണ്? താങ്കൾക്ക് അതിനെക്കുറിച്ച് ഒരു അറിവുമില്ലേ? യാതൊരു അറിവില്ല. എനിക്കറിയാവുന്ന സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ജില്ലയിലുള്ള ചില നേതാക്കന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ച് മാനസാറുമായിട്ട് ചില ആശയവിനിമയം നടത്തുകയും അതിനകത്ത് ഈ പുറത്തുനിന്നുള്ള ഒരാൾ വരാൻ പാടില്ല, അല്ലെങ്കിൽ MLA മത്സരിക്കരുതെന്നൊക്കെയുള്ള ചില വലിയ നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ട് മാണിസാറിനെ എടുത്തിരുന്നു. മാണിസാർ എനിക്ക് തോന്നുന്നു PJ ജോസഫ് സാർ കോട്ടയത്ത് മത്സരിക്കുന്നതിന് അദ്ദേഹം തയ്യാറായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോഴും PJ ജോസഫ് സാർ കോട്ടയത്ത് മത്സരിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ എതിർപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് ഇപ്പോഴും സൂചിപ്പിക്കുവാനുള്ളത്, ഇവിടെ ഈ കേരള കോൺഗ്രസ് പാർട്ടി പ്രിയപ്പെട്ട KM മാണി സാറും PJ ജോസഫ് സാറും കൂടി തോളോട് തോൾ എറിഞ്ഞ് നയിക്കുന്ന ഒരു കേരള കോൺഗ്രസ് പാർട്ടിയാണ് കേരള കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനിയും ഇപ്പോഴുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്തുകൊണ്ട് മാണി സാറും PJ ജോസഫ് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളൊക്കെ ഇനി എങ്ങോട്ടൊക്കെയാണെന്നുള്ളതിന്റെ സൂചനയാണല്ലോ വരുന്നത്. ശ്രീ രാകേഷ്, അപ്പോൾ ഈ കാര്യത്തിൽ സജി മഞ്ഞക്കടമ്പൻ പൂരിപ്പിക്കാത്ത കാര്യം താങ്കൾ പറഞ്ഞു വെച്ചത് പൂർത്തീകരിക്കുകയാണെങ്കിൽ ആരാണ് ഈ ചതി നടത്തിയത്?
ആർക്കാണ് ഈ പി ജെ ജോസഫ് പുറത്ത് പോകേണ്ടത് തന്നെ, പോയാലും കുഴപ്പമില്ല എന്ന വാശി? ശ്രീ പി ജെ ജോസഫ് സാർ ഇതിനകത്തു നിന്ന് പുറത്തു പോകണം, കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണമെന്ന് നിലവിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നതായി എനിക്കറിയില്ല. എന്നാൽ ഈ പാർട്ടിക്കകത്ത് ഇതിന്റെ യുവ നേതൃത്വത്തിൽപ്പെട്ട ചില നേതാക്കന്മാരെ തെറ്റായ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിൽ ഭീതി ജനിപ്പിച്ച്, അവരുടെ മനസ്സിൽ വല്ലാത്ത ഒരു ഭീതി കുത്തിനിറച്ച് കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഒരു തെറ്റായ കീഴ്വഴക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ആരൊക്കെ ഉണ്ടെന്ന് താങ്കൾക്ക് പറയാമല്ലോ. എന്തിനാണ് നശിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ വിട്ടുകൊടുക്കുന്നത്? കാര്യങ്ങൾ തുറന്നു പറയുക. ആ കോക്കസിൽ പല പ്രമുഖരായ വ്യക്തികളുമുണ്ട്. അത് എന്നെ പോലെ തന്നെ മാധ്യമ പ്രവർത്തകർക്കും അറിയാം. ആ കോക്കസിൽ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു നേതാവിനെയും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. ആ കോക്കസിന്റെ പിടിയിൽ ചില നേതാക്കന്മാർ പെട്ടുപോകുന്നതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അപജയങ്ങൾക്ക് കാരണം. തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ ഈ കോക്കസിന്റെ ലക്ഷ്യം എന്താണ്, എന്താണ് അവരുടെ ഗൂഢലക്ഷ്യമെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ വിറകും വെട്ടി വെള്ളവും കോരി നിന്ന് യു ഡി എഫിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ ബലി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പി ജെ ജോസഫ് സംശയിച്ചതുപോലെ ഒരു തോൽവിയുടെ അവസ്ഥയിലേക്ക് കോട്ടയം യു ഡി എഫിന് മുന്നിൽ നിൽക്കുകയാണ്. അല്ല, കോട്ടയത്തെ തോൽവി, അതായത് ജയപരാജയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ചു മുമ്പ് സജീവ് മഞ്ഞക്കടമ്പൻ പറഞ്ഞ പോലെ യു ഡി എഫിനെ സംബന്ധിച്ചുള്ള 20 സീറ്റുകളും വിജയപ്രതീക്ഷയുള്ള സീറ്റുകളാണ്. ആ 20 സീറ്റിലേക്കും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി കൊടുത്ത ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ആ സ്ഥാനാർത്ഥിയുടെ വിജയം മാത്രമായിരിക്കണം, അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി അത് മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പി ജെ ജോസഫിന് മനസ്സിലായി എന്ന് വേണമോ കരുതാൻ? കെ എം മാണിയുടെ കൂടെ നിന്ന് ആ പാർട്ടിയെ വളർത്താൻ ശ്രമിക്കുന്നവർക്ക് കേരള കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്കല്ല പാർട്ടി പോകുന്നത് എന്ന നിങ്ങൾക്കന്നുണ്ടായ തിരിച്ചറിവ് ഇപ്പോൾ പി ജെ ജോസഫിന് ഉണ്ടാകുന്നു എന്ന് വേണമോ വായിച്ചെടുക്കാൻ? തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് ഞങ്ങളൊരു 3 വർഷം മുമ്പേ പറഞ്ഞപ്പോൾ അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിയ ആളുകളാണ് ഇവരൊക്കെ. അതിനെയൊക്കെ ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ആർക്കാ കുഴപ്പമെന്നുള്ളത് ബോധ്യമായില്ല, ജനത്തിന് ബോധ്യമായല്ലോ. ഞങ്ങൾക്ക് 3 വർഷം മുമ്പേ മനസ്സിലായ കാര്യം ചില ആളുകൾക്ക് 3 വർഷം കഴിയേണ്ടി ഒന്ന് മനസ്സിലാക്കാൻ എന്നുള്ളതാണ് വ്യത്യാസം. ഞാൻ ബഹുമാനപ്പെട്ട ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ. ശ്രീ സജീവ് മഞ്ഞക്കടമ്പനൊക്കെ യൂത്ത് ഫ്രണ്ടിന് വേണ്ടി ദീർഘകാലം ഈ പാർട്ടിക്ക് വേണ്ടി സമ്പത്തും കളഞ്ഞ് ആയുസ്സും കളഞ്ഞ് ആരോഗ്യവും കളഞ്ഞ് എത്രയോ കാലമായി ഈ പാർട്ടിയെ ജീവനാണെന്നും പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയ ആളാണ്. എത്രയോ വർഷക്കാലമായി ശ്രീ സജീവ് മഞ്ഞക്കടമ്പനൊക്കെ. അദ്ദേഹത്തിന് പോലും ഒരു പൂഞ്ഞാർ സീറ്റ് കഴിഞ്ഞോടെ കിട്ടിയപ്പോൾ, അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്, മത്സരിക്കാൻ അവസരം വന്നപ്പോൾ അദ്ദേഹത്തിന് പോലും ആ സീറ്റ് കൊടുക്കാതെ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാതെ ഏതോ മതപ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന ഒരാളെ കൊണ്ട് മത്സരിപ്പിച്ചു. അതിന്റെ പേരിൽ ബഹുമാനായ ശ്രീ സജീവ് മഞ്ഞക്കടൻ പോലും അന്ന് വേദനിച്ച് സ്ഥാനം രാജിവെച്ച് പിന്നെ പാർട്ടി പോലും ഉപേക്ഷിക്കുമെന്നുള്ള പ്രസ്താവന നടത്തി. അദ്ദേഹം അത് കോംപ്രമൈസ് ചെയ്തു. ഞാൻ പറയുന്നത് ഒരു യൂത്ത് ഫണ്ടിന്റെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റിന് പോലും ഒരു പാർട്ടിയിൽ മത്സരിക്കാൻ അവസരമില്ല. കാരണം ശ്രീ ജോസ് കെ മാണിക്ക് ആദ്യം സ്ഥാനാർത്ഥിത്വം കൊടുത്തത് തന്നെ യൂത്ത് ഫണ്ട് സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള ഒറ്റ മേൽവിലാസത്തിനാണ് പാർലമെന്റിലേക്ക് കൊടുത്തത്. പക്ഷെ ഇവിടെ ഈ പാർട്ടിക്കകത്ത് ഇപ്പൊ ഇവരൊക്കെ ഇവിടെ വന്നിരുന്ന് വർത്തമാനം പറയുന്നവർക്കൊന്നും യഥാർത്ഥ നട്ടല്ലില്ല എന്നുള്ളതാണ്. കാരണം ആരുടെയും പേര് പറയാൻ മടിയാ. മാക്ബത്ത് അവരുടെ കഥാപാത്രങ്ങളെ പറഞ്ഞിട്ട് കാര്യമുണ്ട്, നട്ടലിന്റെ പേര് പറയണം, അടുക്കളയിലെ ഭരണം. അപ്പൊ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയാണോ അവിടുത്തെ അടുക്കളയിലെ ഭരണം നടന്നത്? ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ, ഒന്ന് പിന്നെ മാണി സാറിന്റെ ഭാര്യ കുട്ടിയമ്മ ചേട്ടത്തി. ഇവർ രണ്ടുപേരും ആണെങ്കിൽ പേര് പറയണ്ടേ? അത് പറയത്തില്ലാണ്, പേടിയാണ്, തലവെട്ടികളയും, ഒന്നും പിന്നെ പാർട്ടിക്ക് കാണത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ നട്ടലോടിയ പാർട്ടിക്ക് അകത്തും ഒന്നോ പറഞ്ഞിട്ടുണ്ട്, പുറത്തും പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള ആർജവും ഇല്ലാതെ ഇങ്ങനെ വന്നിരുന്ന മാഗ്ബത്തിനെ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഞാനൊരു കാര്യം പറയാം, ആ പാർട്ടി രണ്ടായി പിളരും ഇലക്ഷൻ മുമ്പെന്ന് ഞങ്ങൾ 3 വർഷം മുമ്പേ പറഞ്ഞിരുന്നതാണ്. ആ പാർട്ടി 6 മാസങ്ങൾക്ക് മുന്നണി വിടുമെന്ന് ഞങ്ങൾ അന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ 4 മാസം മുമ്പേ വിട്ടു. ഇതൊക്കെ ആ പാർട്ടിയിൽ നടക്കാൻ പോകുന്നത്. ഒരു മിനിറ്റ് എടുക്കുകയാണ് ശ്രീ സജീവ് മഞ്ഞക്കടമ്പൻ. അദ്ദേഹം ഒരു 8:30 മണിയാകുമ്പോൾ ഈ ചർച്ചയിൽ നിന്ന് പോകും. അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ ഇപ്പോൾ ആന്റണി രാജു പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. രാകേഷാണ് മാക്ബത്ത് എന്ന് പറഞ്ഞത് ശ്രീ സജീവ് മഞ്ഞക്കടമ്പൻ. പക്ഷേ അടുക്കള തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ് എന്ന കാര്യത്തിൽ അവിടെ അടുക്കളയിൽ പണിയെടുക്കാൻ സാധ്യതയുള്ളവരെ കുറിച്ച് 2 പേരുകൾ ഇവിടെ പറഞ്ഞത് നിഷയുടെ പേരും കുട്ടിയമ്മ ചേട്ടത്തിയുടെ പേരുമാണ്. ഇവരാണോ? ആണെങ്കിൽ തുറന്നു പറയൂ എന്നാണ്. അല്ലെങ്കിൽ അല്ല എന്ന് പറയാനുള്ള നട്ടല് കാണിക്കണം എന്നാണ്. അങ്ങേപ്പോലുള്ളവർ നട്ടല് കാണിച്ചിട്ടുണ്ട്, പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ട്, വേറെ മണ്ഡലം നിങ്ങൾ പോയി നിന്ന് മാതൃക കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളെയൊക്കെ സമവായത്തിൽ കൊണ്ടുവന്ന് പറ്റിച്ച് ഇപ്പോൾ ഇവിടെ നിർത്തിയത് തിരിച്ചറിയുന്ന പി ജെ ജോസഫിന് ഇനി നിങ്ങളോടൊപ്പം നിൽക്കാൻ വയ്യെങ്കിൽ നിങ്ങളും അതേ തീരുമാനത്തിനൊപ്പമായിരിക്കുമോ? പി ജെ ജോസഫിനൊപ്പമായിരിക്കുമോ? അല്ല, ഞാൻ ഏതായാലും ഒരു നേതാവിന്റെ അടുക്കളയിൽ ഞാൻ കയറാൻ പോയിട്ടില്ല, കയറുകയുമില്ല.
അടുക്കളയിൽ കയറിയുള്ള രാഷ്ട്രീയവും അല്ലെങ്കിൽ എനിക്ക് ഈ സൂപ്പി രാഷ്ട്രീയവും എനിക്കറിയത്തില്ല. ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, തല്ല് കൊണ്ടിട്ടുണ്ട്, തല്ല് കൊടുത്തിട്ടുണ്ട്, കേസിൽ പെട്ടിട്ടുണ്ട്, ഈ പാർട്ടിക്ക് കൂടെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, അത് എനിക്കറിയുന്നു. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും ലയിച്ചതിന് ശേഷം അത് ഉൾക്കൊണ്ടുപോകാൻ രണ്ടുപേരെയും അല്ലെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പുകളെയും ഒന്നായി ഉൾക്കൊണ്ടുപോകാൻ ചില ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം. എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ചില ആളുകൾ ആരാണെന്നാണ് പറയേണ്ടത്. ഒരു മനസ്ഥിതി പാർട്ടി ചെയർമാനോ അല്ലെങ്കിൽ വൈസ് ചെയർമാനോ നേതാക്കൾക്ക് നയിക്കുന്ന ആളുകൾക്ക് അതിനുള്ള കെൽപ്പില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അതൊക്കെ വീണ്ടും പറഞ്ഞിരുന്നിട്ട് എന്താണ് കാര്യം? കൽപ്പില്ല എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട മാണി സാർ ഇതിനെ ഒന്നിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ചില ആളുകൾ ഈ പാർട്ടിയെ പിളർത്തി കാണണം, ഇത് പിളർന്നു പോകണം, രണ്ടാളൊന്നും ആഗ്രഹിക്കുന്ന അവരുടെ ആഗ്രഹമാണല്ലോ നടക്കുന്നത്. അല്ല, അത് അവരുടെ ആഗ്രഹം നടക്കരുത്. തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ, സാധാരണ പ്രവർത്തകർ, പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞു ഇനിയൊരു പിളർപ്പുണ്ടാവരുത്, ഇനി പോലെ എനിക്ക് താഴെത്തട്ടിലുള്ള നിങ്ങളെ പോലുള്ള ആളുകളുടെ ഒക്കെ ആഗ്രഹം നടക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹം വീണ്ടും ആട്ടും തുപ്പും സഹിച്ച് അവിടെ ആ ആഗ്രഹത്തിനൊന്നും യാതൊരു ഭംഗവും വരില്ല. വരുന്ന 2 ദിവസത്തിനകം അതിലൊക്കെ തീരുമാനമുണ്ടാവും. ഐക്യ ജനാധിപത്യ മുന്നണിയും നേതാക്കന്മാർ ഇടപെട്ടിട്ടുണ്ട്. പാർട്ടിയുടെ പ്രിയപ്പെട്ട ചെയർമാനും വർക്കിംഗ് ചെയർമാനും തമ്മിൽ സംസാരിക്കും. എന്ത് ചെയ്യും? മാറ്റം ഉണ്ടാകുമോ? പി ജെ ജോസഫ് മത്സരിക്കും. തോമസ് ചാഴികാടനെ മാറ്റുക എന്നുള്ളതല്ലോ, തോമസ് ചാഴികാടനെ മാറ്റുക എന്നുള്ളത് മാത്രമല്ല സൊല്യൂഷൻ. പി ജെ ജോസഫിന്റെ ആഗ്രഹം അതാണ്, താഴെത്തട്ടിലുള്ള ആളുകളുടെ ആഗ്രഹം അതാണ്. നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ആ തീരുമാനം നടപ്പിലാകണമെന്നാണ്. അല്ല, ചിലപ്പോൾ ഒരു സൗഹൃദ മത്സരത്തിന് വേണ്ടി പാർട്ടി തീരുമാനം എടുക്കാൻ സാധ്യത. ഞാൻ ഒരു കാര്യം തോമസ് ചാഴികാടനെ മാറ്റി ഇവിടെ വേറെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. രാജു സൂചിപ്പിച്ചതുപോലെ സൗഹൃദ മത്സരം ഉണ്ടാകും അവിടെ. അതാണോ? കടുത്തുരുത്തിയിൽ പണ്ടുണ്ടായിട്ടുണ്ട്. കടുത്തുരുത്തി നിങ്ങൾക്ക് പാരമ്പര്യം ഉണ്ട്. അത്ര ഒരു സൗഹൃദ മത്സരം ഉണ്ടാകുകയില്ല. അത് ആരും വ്യാമോഹിക്കണ്ട. പി ജെ ജോസഫ് സാർ എന്ന് പറഞ്ഞല്ലോ, 20 സീറ്റിലും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുവാനുള്ള സാഹചര്യമുണ്ട്. 20 സീറ്റിലും വിജയിക്കും ഐക്യ ജനാധിപത്യം. അതൊക്കെ മനസ്സിലായി. 25 നിങ്ങൾ വിജയിക്കും, അതൊക്കെ മനസ്സിലായി. ഈ കാര്യത്തിൽ പറയൂ, കോട്ടയത്തിന്റെ കാര്യത്തിൽ പി ജെ ജോസഫിന്റെ ആഗ്രഹം, സജീവ് മഞ്ഞക്കടമ്പിന്റെ ആഗ്രഹം, അഡ്വക്കേറ്റ് രാകേഷിന്റെ ആഗ്രഹം, ഈ താഴെ തട്ടിലുള്ള ആളുകളുടെ ആഗ്രഹം, ഇതൊക്കെ നടപ്പിലാകുന്നത് എങ്ങനെയാണ് അദ്ദേഹം മത്സരിക്കാതെ? അതല്ലേ പറഞ്ഞ് ഇപ്പൊ ഐക്യ ജനാധിപത്യ മുന്നണി മുഴുവൻ സീറ്റുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി വരുന്ന ദിവസങ്ങൾ ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. അപ്പൊ വേറെ പിളർപ്പുണ്ടാവാതിരിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ദോഷമുണ്ടാകാത്ത തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കും. യാതൊരു സംശയവും വേണ്ട. ഞാൻ ചുരുക്കിയ എനിക്ക് മറ്റൊരു ചാനലിലേക്ക് പോകേണ്ടതുണ്ട്. അവർ കേരള കോൺഗ്രസിന്റെ പിളർപ്പ് കാണാൻ ആഗ്രഹിക്കുന്നവർ നിരാശരാകുമെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളൂ. മറ്റൊരു കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കുവാനുള്ള ആരിഫ് ജയിച്ചില്ലെങ്കിൽ തലമുണ്ടനം ചെയ്യുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. അതുപോലെ അങ്ങേക്കും പറയാം, ഈ പാർട്ടി പിളർന്നാൽ ഞാൻ മുണ്ടനം ചെയ്ത് വേളാങ്കണ്ണിക്ക് പോകുന്ന അങ്ങേക്ക് പറയാമോ? അല്ല, ഞാൻ പറഞ്ഞു ഞാൻ പാർട്ടി പിളരില്ല എന്നുള്ളത് കൊണ്ട് എനിക്കത് പറയേണ്ട കാര്യമില്ല. വെള്ളാപ്പള്ളി പലതും പറയും. വെള്ളാപ്പള്ളി പണ്ടും പറഞ്ഞിട്ടുണ്ട്. അല്ല, ചെങ്ങന്നൂർ വിഷ്ണുദാസ് ജയിച്ചാല് പകുതി മീശ വടിക്കും എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി പറഞ്ഞു. അങ്ങനെ വടിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ മണ്ടത്തരൊന്നും പറയാൻ ഞാനില്ല. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നു കേരള കോൺഗ്രസ് പാർട്ടി പിളരാതിരിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ പെരുമാറ്റ ചട്ടലംഘനത്തിന്റെ കഥ നമുക്ക് കോട്ടയത്ത് നിന്നാണ് ചർച്ച ചെയ്യേണ്ടി വന്നത്. അത് കെ എം മാണി ജോസഫിനോടുള്ള പെരുമാറ്റത്തിൽ ധാർമ്മികമായ ചട്ടം ലംഘിച്ചു എന്നതാണ് വിലയിരുത്തിയത്. ആ ചർച്ച ഇങ്ങനെ അവസാനിച്ചു. ബി ജെ പി നേതാവ് MS ശ്യാംകുമാർ, A റഹീം എന്നിവർ കൂടി ചർച്ചയിലേക്ക് ചേർന്നിട്ടുണ്ട്. ശ്രീ ശ്യാംകുമാർ, നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ശബരിമല പ്രശ്നം വന്നപ്പോ നാഴികയ്ക്ക് 40 വട്ടം വാക്കുമാറ്റി പറഞ്ഞതിന്റെ പേരിൽ വല്ലാതെ പഴി കേട്ട പാർട്ടിയാണ് BJP. സുവർണ അവസരം ശബരിമലയിൽ തേടിയ ആളുകളാണ് നിങ്ങളൊക്കെ. അതും പാർട്ടിക്കാരോട് വിളിച്ചു പറയുന്നത് പുറത്തു വന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്ന് സംസ്ഥാനത്തൊരു ലെവൽ ഗ്രൗണ്ട് ഉണ്ടാക്കി രാഷ്ട്രീയ പാർട്ടികളെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കൃത്യമായി നിരീക്ഷിക്കേണ്ട ചീഫ് ഇലക്ടറൽ ഓഫീസറോട് അപമര്യാദയായി കയർത്ത് സംസാരിച്ചത് എന്തുദ്ദേശത്തിലാണ്? നിങ്ങൾ തുടരുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള വെല്ലുവിളിയുടെ തുടർച്ചയാണോ ഇന്ന്
തിരുവനന്തപുരത്ത് ടിക്കാറാം മീണയുടെ ഓഫീസിൽ കയറി 2 അഭിഭാഷകർ, നിങ്ങളുടെ പാർട്ടിയുടെ അനിഷേധ്യ നേതാക്കൾ എന്ന് പറയാവുന്നവർ, പാർട്ടി അധ്യക്ഷനും സെക്രട്ടറിയും ശ്രീ പത്മകുമാറും PS ശ്രീധരൻപിള്ളയും നടത്തിയത് എന്താണ്? ശ്രീ ശ്യാംകുമാർ. ശബരിമല വിഷയത്തിൽ ആ വിഷയം കേരളത്തിലെ ഏറ്റവും പ്രബലമായ തെരഞ്ഞെടുപ്പ് വിഷയമാണെന്ന് കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനൽ നടത്തിയ അഭിപ്രായ സർവേയിൽ കേരള ജനത പറയുകയുണ്ടായി. 64% പേർ ശബരിമല വിഷയം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായിരിക്കും. മറ്റൊരു ചാനലല്ല, ഈ ചാനലും അതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അല്ല. അതുകൊണ്ട് ശ്രീധരൻപിള്ള, ബഹുമാനായ ശ്രീധരൻപിള്ള സാറ്, കേരളത്തിന്റെ BJP അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ സമസ്ത രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കന്മാരെയും ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇരിക്കാനുള്ള സൗകര്യമില്ല, അവർക്കിരിക്കാനുള്ള കസേരകളില്ല. ഒരു കുടുസുമുറിയിൽ ഈ ആളുകൾ മുഴുവൻ വിളിച്ചു വരുത്തിയ ടിക്കാറാം മീണയുടെ നടപടി ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ മര്യാദയുടെ ശ്രീ ശ്യാംകുമാർ, കേരളത്തിന്റെ ഇലക്ഷൻ നടപടികൾ നോക്കി നടത്തേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു കൂട്ടുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പാർട്ടിയുടെ നിങ്ങളുടെ ഓഫീസിലുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. അവിടെ ചീഫ് ഇലക്ടറൽ ഓഫീസർ എല്ലാ പാർട്ടി നേതാക്കൾക്കും കൊടുക്കുന്ന കസേര നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കൾ വന്നാലും കിട്ടും. അതവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പരാതി പറയാം. അതല്ലാതെ അവിടെ എത്തുമ്പോൾ വലിയ മുറികളൊക്കെ നിങ്ങൾ എന്താ തുറക്കാത്തത്, ഇവിടെ എന്താണ് ഇങ്ങനെ ഈ രീതിയിലുള്ള കസേരകളൊക്കെ, ചെറിയ മുറി എന്തുകൊണ്ടായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തി, കൈ ചൂണ്ടി, വിരൽ ചൂണ്ടി ടിക്കാറാം മീണ എന്ന വ്യക്തിയെ മാറ്റി നിർത്തൂ. ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് എന്തിന്റെ പുറത്താണ്? ഏത് അഹങ്കാരത്തിന്റെ പുറത്താണ്? അവിടെ ഒരു അഹങ്കാരത്തിന്റെയോ ഭീഷണിയുടെയോ സ്വരമില്ല. ടിക്കാറാം മീണ സ്വീകരിച്ച നിലപാടുകളാണ് അവിടെ ചർച്ച ചെയ്യേണ്ടത്. ടിക്കാറാം മീണ എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അത് അന്വേഷിക്കാൻ ഇവിടെ വഴികളുണ്ട്. ടിക്കാറാം മീണയോ ചീഫ് ഇലക്ടറൽ ഓഫീസറോ നിങ്ങളോട് എന്തെങ്കിലും മാനദണ്ഡം പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് ഇങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളത് നിങ്ങളോട് വിവരിച്ചാൽ, നിങ്ങൾ കൈ ഉയർത്തി, ശബ്ദമുയർത്തി അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പോവുകയാണ്? എന്താണ് നിങ്ങൾ? ഇതല്ല നിങ്ങൾ ശബരിമലയുടെ പേരിൽ ഈ ദിവസങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ശബരിമലയുടെ പേരിൽ ഇവിടെ നടത്തിയത് സമാധാനപരമായ സമരങ്ങളാണ്. അതിനെ ആ കഥയിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെ മുഴുവൻ നിങ്ങളുടെ ആഗ്രഹം അതാണല്ലോ. അതിനെ മുഴുവൻ അടിച്ചമർത്തിയ കേരള സർക്കാരിന്റെ നടപടികൾ ചർച്ചയ്ക്ക് വിധേയമാകും. എന്റെ ചോദ്യം അതല്ല. നിങ്ങൾ ശബരിമലയെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ചട്ടം അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തോളൂ. എനിക്കത് വിഷയമല്ല. ഇന്നത്തെ വിഷയം ടിക്കാറാം മീണ എന്ന ഉദ്യോഗസ്ഥനെ, ചീഫ് ഇലക്ടറൽ ഓഫീസറെ ആക്രോശിച്ച് ഭീഷണിപ്പെടുത്തിയത് എന്തിന്റെ പേരിൽ? ഏത് നിയമം? നിങ്ങൾക്കുള്ള എന്തും നഷ്ടപ്പെട്ടാലും അങ്ങനെ പെരുമാറാമോ? പെരുമാറ്റ ചട്ടലംഘനം ആരുടെ ഭാഗത്തു നിന്ന്? ഏതെങ്കിലും ചർച്ചകളിൽ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരുപക്ഷെ നമ്മളൊക്കെ വളരെ ചൂടായി സംസാരിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ മന്ത്രിമാരോട് സംസാരിക്കുമ്പോൾ തന്നെ ചൂടായി സംസാരിക്കേണ്ട എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ടിക്കാറാം മീണയോട് പറഞ്ഞത് ശബരിമലയെ കുറിച്ച് മിണ്ടരുത് എന്ന് പറയാൻ ആ ഉദ്യോഗസ്ഥന് അധികാരമില്ല. അവിടെ പറയാം നമുക്ക് നിലവിലുള്ള ഒരു നിയമം. ശ്രീ ശ്യാംകുമാർ, കാര്യം കൂടി, മതസ്വാതന്ത്ര്യം. ഇന്ന് ശബരിമലയെ കുറിച്ച് പറഞ്ഞപ്പോഴല്ല ശ്രീധരൻപിള്ളയും പത്മകുമാറും അദ്ദേഹത്തിന് മേൽ ആക്രോശിച്ചത്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കുടുസുമുറിയായി പോയി, കസേര നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ, സിംഹാസനത്തിന്റെ രീതിയിലല്ല. ഇതൊക്കെ ഇരിക്കാൻ അദ്ദേഹത്തിന് എന്ന് മുതലാണ് കേരളത്തിലെ BJPയുടെ അധ്യക്ഷന് ഈ കുടുസുമുറിയിലൊന്നും ഇരിക്കാൻ പറ്റാത്ത വിധം വല്ലാത്ത ഒരു ഉയർച്ച ഉണ്ടായത്? അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് അല്ലേ? രാജ്യത്തിന്റെ ഭരണഘടന അറിയാവുന്ന ആളല്ലേ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ എങ്ങനെ പെരുമാറണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ? ഈ രാജ്യത്തെ എത്ര വലിയ പാർട്ടിയാണെങ്കിലും ഒരേ ലെവലിലല്ലേ ഇവിടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പെരുമാറേണ്ടത്? അതിന് വരുമ്പോൾ അഥവാ കസേര പോരെങ്കിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ഫണ്ട് കൊടുത്ത് അവർക്ക് നല്ല കസേര വാങ്ങിക്കാനുള്ള ഇടം ഉണ്ടാക്കി കൊടുക്കാം. ടിക്കാറാം മീണയോട് ആക്രോശിച്ചത് അങ്ങ് പറഞ്ഞതുപോലെ മനസ്സിലിരിപ്പുണ്ട്. ശബരിമലയെ കുറിച്ച് ശരിയല്ല. ശ്രീധരൻപിള്ളക്കെതിരെ ഈ ദുരാരോപണം ഉന്നയിച്ച് ഇത്തരത്തിൽ ചർച്ച കൊണ്ടുപോകുന്നതും വലിയ ഗൂഢലക്ഷ്യത്തോടെയാണ്. ഒരു ഓഫീസിൽ വരുന്ന അതിഥികളെ മാന്യമായി സ്വീകരിക്കാൻ ടിക്കാറാം മീണ എഴുന്നേറ്റ് കസേരയിടണ്ട, അവിടെ ഒരു പ്യൂണിനെ നിയോഗിക്കാം.
അവിടെ ഒരു സബോർഡിനേറ്റ് സ്റ്റാഫിനെ ആദ്യം ടിക്കാറാം മീണ അല്ല ഉണ്ടായിരുന്നത്. ആദ്യം ഉദ്യോഗസ്ഥരോടാണ്, അവിടെയുള്ള ഉദ്യോഗസ്ഥരോടാണ് തട്ടിക്കയറിയത്. അവിടെ ടിക്കാറാം മീണയോട് അല്ല. ഞാൻ തിരിച്ചു വരാം. ഓഫീസിലുണ്ടല്ലോ ഇവിടെ മാത്രം പാടില്ല എന്ന് പറയുന്നത്. എ റഹീമും ആന്റണി രാജുവും ഒക്കെ അഭിഭാഷകരാണ്. ഇവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാവരും അഭിഭാഷകർ തന്നെയാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. റഹീം, എന്താണ് ഈ കാര്യത്തിൽ ഇന്ന് BJP അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് പെരുമാറിയ പെരുമാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണം? ഇത് എല്ലാ മര്യാദയും ലംഘിച്ച് അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി BJP മാറുന്നതിൻ്റെ തെളിവാണിത്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ റെസ്പെക്റ്റിനെ കുറിച്ചാണ്, വരുന്ന ഒരു അതിഥിയെക്കുറിച്ചുള്ള റെസ്പെക്റ്റ് എങ്ങനെയായിരിക്കണം എന്നതിനെല്ലാം കുറിച്ചാണ്. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ. നിങ്ങൾ എത്രയോ സ്ഥലങ്ങളിലാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെയൊക്കെ ആണെങ്കിൽ അനൗചിത്യമായി പെരുമാറിയത്. ഇപ്പോൾ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീ കുമ്മനം രാജശേഖരൻ, അദ്ദേഹം ഒരിക്കലും ക്ഷണിക്കപ്പെടാത്ത 2 സദസ്സുകളിലാണ് അദ്ദേഹം കയറി ചെന്നത്. ആരും അദ്ദേഹത്തെ ഇറക്കി വിട്ടില്ലല്ലോ. അതൊരു മര്യാദയുടെ ഭാഗമാണ്. ഇറക്കി വിടേണ്ടതാണ്, പക്ഷെ ആരും ഇറക്കി വിട്ടില്ല. പക്ഷെ അതൊരു മര്യാദയുടെ ഭാഗമാണ്. നിങ്ങളാ മര്യാദ, അതൊക്കെ സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രതലത്തിൽ നടക്കുന്ന മര്യാദയാണ്. അന്ന് മെട്രോയിൽ നിന്ന് ഇറക്കി വിടാത്തതായാലും സഖാവ് കടകംപള്ളി വിളിച്ച ഇതിൽ വിരുന്നിൽ ക്ഷണിക്കപ്പെടാതെ ചെന്നതായാലും ഒക്കെ. പക്ഷേ അത് നിങ്ങളോട് പുലർത്തുന്ന മര്യാദ നിങ്ങൾ അങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക. നിങ്ങൾ ഈ പറയുന്ന ഇത്രയും ഈ പറയുന്ന ടിക്കാറാം മീണ നിങ്ങളുടെ വീട്ടിലെ ആരും അല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ശ്രീ സംഘടനാ സെക്രട്ടറിയോട് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെ സംസാരിക്കോ? നിങ്ങളുടെ സംഘടനാ സെക്രട്ടറിയോട് അല്ല പറയട്ടെ, RSS എന്ന് പറഞ്ഞ അല്ല പറയട്ടെ പിള്ളയ്ക്കെതിരെയുള്ള ആരോപണമായി ഇപ്പൊ കുമ്മനം രാജേട്ടനെ കൂടെ ആക്ഷേപിക്കാനുള്ള പ്ലീസ്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ ഈ പിന്നെ കുമ്മനം രാജശേഖരൻ ക്ഷണിക്കാതാണ് നമ്മുടെ മെട്രോയുടെ ഞാൻ പറയട്ടെ. ഇപ്പോ ഇത് എന്ത് തന്നെയായാലും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെ ചൂണ്ടി വർത്തമാനം പറയുമ്പോൾ അതിൽ കുപിതന അങ്ങനെ പ്രവൃത്തി ചെയ്യാതിരിക്കുക, അത് തെറ്റെന്ന് പറയുക. ഇപ്പോ ഈ പറയുന്ന ടിക്കാറാം മീണ അദ്ദേഹം ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. നിങ്ങൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ചീത്ത വിളിക്കും, സുപ്രീം കോടതിയെ ഭീഷണിപ്പെടുത്തും, ഈ രാജ്യത്തെ RBI ഗവർണറെ നിങ്ങൾ ഭീഷണിപ്പെടുത്തും, പിന്നെ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനിലെ ഉദ്യോഗസ്ഥരെയും അതിന്റെ ചീഫിനെയും നിങ്ങൾ ഭീഷണിപ്പെടുത്തും. നിങ്ങളിപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ ഭീഷണിപ്പെടുത്തുന്നു. എന്താ നിങ്ങളെ പ്രകോപിപ്പിച്ച ഘടകം? അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും അറിയാം അത് ശബരിമലയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിലപാടാണ്. അദ്ദേഹം പറയുന്ന നിയമപരമായിട്ടാണ്, RSSന്റെ മാനിഫെസ്റ്റോ പ്രകാരമല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയും സുപ്രീം കോടതി റൂളിങ്ങും തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇനി നിങ്ങൾ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മറുപടിയില്ല എന്ന് ഞങ്ങൾക്ക് മറുപടിയുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്തെന്നറിയോ? നിങ്ങൾ 5 വർഷമുള്ള മോദി ഗവൺമെന്റിന്റെ ഒരു ഭരണ നേട്ടത്തെക്കുറിച്ച് പോലും പറയാൻ നിങ്ങൾ പരാജയപ്പെടുന്നിടത്താണ് നിങ്ങൾ ശബരിമല തേടുന്നത്. 1000 ദിവസം പൂർത്തിയാക്കിയ പിണറായി സർക്കാരിന്റെ എന്തെങ്കിലും ഒരു പിഴവ് ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തതിന്റെ പേരിലാണ് നിങ്ങൾ ശബരിമലയിൽ അഭയം തേടുന്നത്. നിങ്ങളാകട്ടെ കോൺഗ്രസ് ആകട്ടെ, മറ്റു വഴികളില്ല നിങ്ങൾക്ക്. അപ്പോൾ ആ ഉള്ള ഏക വഴി ടിക്കാറാം മീണ കെട്ടിയടച്ചു എന്നതാണ് ടിക്കാറാം മീണയോടുള്ള ഈ കട്ടക്കലിപ്പിന്റെ കാരണം. അതാണോ, അങ്ങനെയാണോ ജനാധിപത്യത്തിൽ പെരുമാറേണ്ടത്? ഒരു വഴി കെട്ടിയടക്കുകയല്ല ശ്രീ റഹീം ചെയ്തത്. അങ്ങനെ ഒരു വഴി തന്നെ ഇല്ല. അത് കൃത്യമായി നിരീക്ഷിക്കും എന്നാണ് ടിക്കാറാം മീണ പറഞ്ഞത്. ഒരു അമ്പലത്തിന്റെയോ പള്ളിയുടെയോ ചർച്ചിന്റെയോ ഗുരുദ്വാരയുടെയോ പേരിൽ ഇലക്ഷൻ പ്രോപ്പഗാൻഡ നടത്തുക, പ്രസംഗം നടത്തുക, പോസ്റ്ററുകൾ ഒട്ടിക്കുക, പാട്ടുകൾ പാടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ചട്ടലംഘനമാണ്. അത് നിരീക്ഷിക്കും എന്നാണ് ടിക്കാറാം മീണ പറഞ്ഞത്. തീർച്ചയായും ആ നിലയിൽ തന്നെ അത് നോക്കണം. ഇപ്പോൾ നമ്മുടെ തൊട്ടു മുമ്പ് UDF സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ KM ഷാജിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി നമ്മുടെ മുമ്പിലുണ്ട്. അത് അപ്പീലായി നിൽക്കുന്നുണ്ട് എങ്കിലും ഒരു വിധി നമ്മുടെ മുമ്പിലുണ്ട്. ആ വിധി എന്തായിരുന്നു? മതത്തെ ദുരുപയോഗം ചെയ്യുക. സുപ്രീം കോടതിയുടെ ഇത് സംബന്ധിച്ചിട്ടുള്ള വെർഡിക്റ്റ് വന്നത് തന്നെ ഒരു BJP നേതാവ് അവിടെ നടത്തിയ വർഗീയ പ്രചരണത്തിലൂടെ വിജയിച്ചത് മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ഹൈക്കോടതി റദ്ദാക്കുകയും അത് സംബന്ധിച്ച് ഹൈക്കോടതി സുപ്രീം കോടതിയിൽ വന്ന കേസിലാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാനമായ വിധിന്യായം നിലനിൽക്കുന്നത്. ഇവരുടെ ഒരു സ്ഥിരം രീതിയാണ്. ഇവർക്ക് ജാതി പറയാതെ, മതം പറയാതെ, മനുഷ്യനെ വെറുപ്പിക്കാതെ ഇവർക്ക് വോട്ട് പിടിക്കാൻ ഒരു രാഷ്ട്രീയം ഇവർക്ക് പറയാനില്ല. അത് ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളമുണ്ട്. ഞാൻ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കിയ നിങ്ങളല്ലേ പറഞ്ഞ നോട്ട് നിരോധനം, വിസ്ഫോടനകരമായ പരിഷ്കാരം കൊണ്ടുവന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിഷ്കാരം എന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ ആ പരിഷ്കാരം പറഞ്ഞ് വോട്ട് പിടിക്കുക.
നിങ്ങൾ ആ പരിഷ്കാരം, അതിന് നിരോധനമില്ലല്ലോ. ഇപ്പൊ അതിന് വിലക്കില്ലല്ലോ. നോട്ട് നിരോധനത്തെ കുറിച്ച് മിണ്ടാൻ പാടില്ല എന്ന് ടിക്കാറാം മീണ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ മികവ് പറ. നിങ്ങളുടെ ഏറ്റവും വലിയ മികവായിരുന്നില്ലേ നോട്ട് നിരോധനം? നിങ്ങളുടെ ഏറ്റവും വലിയ മികവായി നിങ്ങൾ കൊട്ടിക്കൊഴിച്ച കാര്യമല്ലേ GST? നിങ്ങൾ അതിനെക്കുറിച്ച് പറയൂ, അത് പറയൂ. നിങ്ങൾക്ക് അത് പറയാനാകുന്നില്ല. നിങ്ങൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് പറ. നിങ്ങൾ ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ വല്ലാത്ത നാണം, ഒരു അറപ്പ്, ഒരു ഉളുപ്പ്. അപ്പൊ എന്താ അപ്പോഴും ശബരിമലയെ കുറിച്ച് പറയലാണ്. ടിക്കാറാമിനെ വളരെ കൃത്യമായ നിലപാടിനെ, ഈ നിലപാടിനെ ജനാധിപത്യത്തെ ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരും സ്വാഗതം ചെയ്യുകയാണ്. ശരി, ശ്രീ അതിനോടൊന്ന് പ്രതികരിച്ചിട്ട് ശ്രീ ആന്റണി രാജുവിലേക്ക് നമ്മൾ കേരളത്തിലെ പിണറായി സർക്കാരിന്റെ 1000 ദുർദിനങ്ങളെ കുറിച്ച് നൂറുകണക്കിന് കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്കുണ്ട്. പിന്നെ അത് പറയാനുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ പറയണോ 1000 എന്ന് പറയാൻ ഒന്നുമില്ലേലും ഈ പറയുന്നത് പോലെ കർഷക ആത്മഹത്യ ഉണ്ടായ ഒരു നാടിതല്ലേ ഇവിടെ? നമുക്കിവിടെ ഏത് കാര്യത്തെക്കുറിച്ച്, ദുരിതത്തെക്കുറിച്ച്, എന്തിനെക്കുറിച്ച് ഞങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കുറിച്ച് ഞാൻ പറയുന്ന കാര്യത്തിൽ മറുപടി പറയാം. ജാതിയെക്കുറിച്ചും പറയാൻ പാടില്ല എന്ന് പറയുന്ന CPM എന്തിന്? CPM അല്ല ശ്രീ ശ്യാംകുമാർ, ഒരു മിനിറ്റ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആറ്റിങ്ങിലെ സമ്മേളന വേദിയിൽ ബാബറി മസ്ജിദിനെ കുറിച്ചും RSSനെ കുറിച്ചും മതം പറഞ്ഞ് മുസ്ലിം സമുദായത്തെ ഇളക്കിവിട്ട് വോട്ട് നേടാൻ ശ്രമിച്ചതിനെ കുറിച്ച് ഒറ്റ കാര്യം, ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ അടയാളമായിരുന്നത് ബാബറി മസ്ജിദ്. ആ ബാബറി മസ്ജിദ് തകർത്തിട്ട് ആ ബാബറി മസ്ജിദ് തകർത്തതിനെ കുറിച്ച് പറയാൻ പാടില്ല എന്നാണ്. അതാണോ ടിക്കാറാമിണ പറഞ്ഞത്? നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ ആൾബലവും ഉപയോഗിച്ച് കോൺഗ്രസിന്റെ കൂടി സഹായത്തോടു കൂടി ബാബറി പള്ളി തകർത്തു. ഇന്ത്യൻ മതേതരത്വത്തിനേറ്റ ഏറ്റവും വലിയ വിള്ളലാണത്. ഇനി അത് പറയാതിരിക്കാൻ പറ്റും. ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ പറയുന്നത് ബാബറി മസ്ജിദ് പൊളിച്ചത് നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തി എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബരിമലയെ സംരക്ഷിക്കുകയാണ് അവർ ചെയ്തത്. അത് നിങ്ങൾ പറയൂ. അവിടെ തകർക്കാൻ അവർ സമ്മതിച്ചില്ല, അവരുടെ സർക്കാർ അതിനെ ഇടിച്ചു പൊളിക്കാൻ സമ്മതിച്ചില്ല. അത് നിങ്ങൾ പറയൂ. അല്ലാതെ നിങ്ങൾക്ക് ഈ ശബരിമലയിലേക്ക് വരുന്ന ചില വിശ്വാസികളുടെ മതം പറഞ്ഞ് അവരെല്ലാവരും കേൾക്കാൻ മറ്റുള്ളവരിൽ നിന്ന് എതിരായി കണ്ടില്ലേ? ആ മതത്തിലുള്ളവരെ ഇവർ ആ രീതിയിൽ തലോടി, ഈ മതത്തിലുള്ളവരോട് വേറെ രീതിയിലാണ് പെരുമാറിയത്, അതുകൊണ്ട് ആ മതത്തിലുള്ളവരൊക്കെ ഞങ്ങളോട് കൂടി ചേരൂ എന്നൊരു വിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിൽ ഈ മതത്തെ, ഈ അമ്പലത്തെ, ദേവാലയത്തെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ഭരണഘടന പറയുന്നത്, തെരഞ്ഞെടുപ്പ് കോണ്ടക്റ്റിൽ പറയുന്നത്. അതാണ് ടിക്കാറാം മീണ പറഞ്ഞത്. അല്ലാതെ ബാബറി മസ്ജിദിനെയോ ശബരിമല എന്ന വാക്കിനെയോ ഉപയോഗിക്കരുത് എന്നല്ല. എങ്ങനെ ഉപയോഗിക്കരുത് എന്നതാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ആന്റണി രാജു, ഈ കാര്യത്തിൽ BJP ഇപ്പോൾ പറയുന്ന അർത്ഥത്തിൽ ശബരിമല മാത്രം ചർച്ച ചെയ്താൽ മതി എന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും മറ്റനേകം അവർ ചെയ്ത കാര്യങ്ങളിലേക്ക് വരുന്നില്ല എന്ന CPM-ന്റെ പരാതി. നിങ്ങൾ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു അഡ്വക്കേറ്റ് കൂടിയാണല്ലോ അങ്ങ്, അതുകൊണ്ടാണ് ഏറ്റവും നല്ല വക്കീൽ ആരാണ് ഇതിനകത്തുനിന്നുള്ളൊരു കണ്ടുപിടുത്തം കൂടി ഉണ്ടല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ. നോ യൂസ് ഓഫ് ടെമ്പിൾ, ബാർ, മോസ്ക്, ചർച്ചസ്, ഗുരുദ്വാരാസ് ഓർ എനി പ്ലേസ് ഓഫ് വർഷിപ്പ് ഫോർ ഇലക്ഷൻ പ്രോപ്പഗാൻഡ എന്നുള്ളതിനെ അടിവരയിട്ട് പറയുന്നതിനെ, നോ അപ്പീൽ ഓൺ ബേസിസ് ഓഫ് കാസ്റ്റ് ഓർ കമ്മ്യൂണൽ ഫീലിംഗ്സ് ഓഫ് ദി ഇലക്ടേഴ്സ് എന്നുള്ള ഒരു കാര്യത്തെ അടിവരയിട്ട് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെ, അങ്ങനെ ചെയ്യുന്ന ടിക്കാറാം മീണയെ ആക്രോശിച്ച് ഭീഷണിപ്പെടുത്തുന്നതിനെ എങ്ങനെ വിലയിരുത്തണം? ഇവിടെ ശ്രീ ശ്യാംകുമാർ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായി. ഇവിടെ ശ്രീധരൻ പിള്ളയും കൂട്ടരും വന്ന് ആക്രോശിച്ചത് ശബരിമലയുടെ വിഷയം സംസാരിക്കരുത് എന്നല്ലെങ്കിൽ ശബരിമലയെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് ചോദ്യം ചെയ്തുകൊണ്ടല്ല. പക്ഷെ അവരുടെ ഉള്ളിൽ അതാണ് കിടന്നത്. അത് ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ശബരിമല ഇദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കയറി ബഹളം വെച്ചത്. ഞാൻ ടിക്കാറാം മീണ പറഞ്ഞത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അത് BJP-യുടെ ചൊൽപ്പടിക്ക് നിൽക്കാനുള്ള അല്ലെങ്കിൽ BJP-യുടെ പറയുന്നത് പോലെ അനുസരിച്ച് നിൽക്കാനുള്ള സ്ഥാപനമല്ല. നമുക്കിവിടെ ഒരു അനുഭവമുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ചൊൽപ്പടിക്ക് നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു അധികാര കേന്ദ്രമായിരുന്നല്ലോ മോദിയുടെ ഭരണം. ജുഡീഷ്യറിയെ തകർത്തു. സുപ്രീം കോടതിയിൽ ജഡ്ജിമാർ പറഞ്ഞ, ഞങ്ങൾ പറയുന്നതല്ല. RBI തകർത്തു, CBI തകർത്തു, UGC തകർത്തു,
പ്ലാനിംഗ് കമ്മീഷനെ തകർത്തു, ഇലക്ഷൻ കമ്മീഷനെ വരെ നോക്കുകുത്തിയാക്കി. അപ്പൊ ഇങ്ങനെ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന അവരുടെ അധികാരം തീരാൻ പോകുന്ന ഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവവുമായി ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക്, നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ഇവിടെ ശബരിമലയെക്കുറിച്ച് പറയേണ്ടെന്നല്ല ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. ശബരിമലയുടെ രാഷ്ട്രീയം പറയാം, പക്ഷേ ശബരിമലയിലെ ആധ്യാത്മികമായിട്ടുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വക്രീകരിച്ച് പറഞ്ഞ് വിശ്വാസികളുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കി അതിനെ മതപരമായ രീതിയിൽ തിരിച്ചു കൊണ്ടുപോകാൻ ഭരണഘടന അനുവദിക്കുന്നില്ല, നിയമം അനുവദിക്കുന്നില്ല. അയ്യപ്പന്റെ പടമോ പേരോ ഉപയോഗിച്ച് ഞങ്ങളാണ് അയ്യപ്പന്റെ ലാലെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഡൽഹിയില്. എന്താ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മറ്റേ പൈലറ്റ് രക്ഷപ്പെട്ടു വന്ന പൈലറ്റിന്റെ പടം വെച്ച് മോദിയെ അപ്പുറത്ത് നിർത്തി ഷായെ ഇപ്പുറത്ത് നിർത്തി സ്ഥാനാർത്ഥിയുടെ പടവും താമരയും വെച്ച് പോസ്റ്റർ ഇറക്കി. ആ സ്ഥാനാർത്ഥി ഇപ്പൊ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇവർ ചെയ്യാൻ പറ്റുന്നതാണ് നാളെ അയ്യപ്പന്റെ പടം നടുക്ക് വെച്ച് ഇവിടെ ശ്രീധരൻപിള്ളയുടെ വലത്ത് നിർത്തി കുമ്മനന്റെ ആശാൻ ഇടയ്ക്ക് നിർത്തി നടുക്ക് താമരയും വെച്ച് വോട്ട് പിടിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ കുറെ അടിച്ച പോസ്റ്റർ പോയി. ഇവരിപ്പോ കുറെ എല്ലാ അയ്യപ്പന്റെയും നമ്മുടെ കുമ്മനത്തിന്റെ പടം വെച്ച് അടിച്ച പോസ്റ്റർ മുഴുവൻ കത്തിച്ചളയേണ്ടി വരുന്നു. അതിന് പകരം ഞാൻ ശ്രീ ശ്യാംകുമാർ പറഞ്ഞത് തന്നെ സത്യമാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് ഇതാണ്, പക്ഷെ നിങ്ങൾ ഇന്ന് പ്രയോഗിച്ചത് വേറെ കാര്യങ്ങളാണ്. കസേരയില്ല, മേശയില്ല, ഞങ്ങളെ വിളിച്ച മുറി ചെറുതായിപ്പോയി. കാരണങ്ങൾ അതാണ് പറയുന്നത്. കാരണം മറ്റേ കാരണങ്ങൾ പറയാൻ പാടില്ല എന്ന് ശ്രീധരൻപിള്ളയ്ക്ക് നല്ലപോലെ അറിയാം. കാരണം അദ്ദേഹം ഒരു ക്രിമിനൽ ലോയറല്ലേ. പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് അദ്ദേഹത്തിന്. അതിന് പകരം അവിടെ ഉള്ളിൽ ശബരിമലയും വെച്ചുകൊണ്ട് പകയും വെച്ചുകൊണ്ട് ഇവിടെ കസേര ചെറുതായിപ്പോ എന്ന് പറയും. അവിടെ എല്ലാവർക്കും കസേര കിട്ടിയല്ലോ, അവിടെ ഒരു AC റൂം ആയിരുന്നല്ലോ. ഇതൊന്നും പോരെ? അവിടെ ആർക്കാ കസേര കിട്ടായിരുന്നത്? ആ മുറിയിൽ ഇരുന്നുകൊണ്ടാണ് ഈ രാജ്യത്തെ ഇലക്ഷൻ നടത്തുന്നത്. അല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് BJP പരാജയ ഭീതി പൂണ്ട BJP അവർക്ക് പറയാൻ പ്രചരണത്തിനോ അല്ലെങ്കിൽ നിരത്താൻ വാദങ്ങളോ ഇല്ലാതെ വന്നപ്പോൾ ഇല്ലാത്ത കസേരയും ഇല്ലാത്ത AC റൂമിനെയും മുറിയുടെ വലിപ്പത്തെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, അഹങ്കാരത്തിന്റെ ഭാഷയല്ലേ ഇന്ന് അവിടെ ഉപയോഗിച്ചത്? ഒരു ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ ഇങ്ങനെയാണോ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികൾ പ്രവർത്തിക്കേണ്ടത്, അഭിപ്രായം പറയേണ്ടത്? ശ്യാംകുമാർ മറുപടി. ഇവിടെ ബഹുമാനായ ആന്റണി രാജു പറഞ്ഞതുപോലെ നമുക്ക് പ്രശ്നങ്ങൾ പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ഈ ശബരിമല വിഷയത്തെക്കുറിച്ച് മിണ്ടരുതെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കമ്മീഷന്റെ നിലപാട്. ഇന്ന് അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു. നേരത്തെ ലാല് പറഞ്ഞതുപോലെ ശബരിമല അയ്യപ്പന്റെ ചിത്രം വെച്ച് ആരെങ്കിലും അതൊരു അഭിമാനത്തിന്റെ പ്രശ്നമായിട്ട് ഇത് ശബരിമല വിഷയം എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ പോലീസ് അധികാരം 15,000 പോലീസ് ശബരിമലയിലെ ശബരിമലയിലെ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കലെന്ന് പറഞ്ഞില്ലേ? അത് പറയാൻ ആരാ ഇയാള്? ശബരിമലയിലെ അയ്യപ്പന്റെ ഫോട്ടോ വെച്ച് ഞങ്ങൾ ഒരു പോസ്റ്റർ പഠിക്കില്ല. ശ്രീ ശ്യാംകുമാർ അതിക്രമത്തെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല. ശ്രീ ശ്യാംകുമാർ, ഈ RSSന്റെ സംഘടനാ സെക്രട്ടറിയും ചുമതലക്കാരുമായി വരുന്നവർ ശ്രീധരൻപിള്ളയെ ഭരിക്കുന്നത് പോലെ ശ്രീധരൻപിള്ള പോയി ടിക്കാറാം മീണയെ ഭരിക്കാൻ നിൽക്കരുത്. അത് പ്രധാനപ്പെട്ടതാണ്. ഇത് RSSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല, ഒരു പരിവാർ സംഘടന അല്ല, ആസ്ഥാനമല്ലത്. അത് ഈ ശ്രീ ആന്റണി രാജു പറഞ്ഞതുപോലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് ഇത്തരം ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളിലുമാണ് ഈ രാജ്യത്തെ പടുത്തു നിർത്തിയിരിക്കുന്നത്. അതിന്റെ ബാലൻസ് നിങ്ങൾ തെറ്റിക്കാൻ അല്ല, അതാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ വന്ന് ടിക്കാറാം മീണയെ പോലൊരു ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയാണ്. അദ്ദേഹം നിങ്ങളുടെ ചെലവിലല്ലോ ഈ നാടിന്റെ കാര്യങ്ങൾ നോക്കാൻ ഈ കേരളത്തിലെ മുഴുവൻ വോട്ടർമാരോടും, വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ടവരാകട്ടെ, വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, എല്ലാവരുടെയും പൊളിറ്റിക്കൽ ഫീലിങ്സ്, എല്ലാവരുടെയും ഇത്തരത്തിലുള്ള ജനാധിപത്യപരമായ വികാരങ്ങളെ മാനിച്ച് ഈ ഭരണഘടനാപരമായി ഈ പ്രവർത്തനത്തെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഭാരിച്ച ഉത്തരവാദിത്തം, അത് ജനാധിപത്യത്തിലെ വലിയ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അത് പറയുന്ന നിയമാനുസൃതമാണ്. ആ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ, ഒബേ ചെയ്യാൻ
എല്ലാവർക്കും ബാധ്യതയുണ്ട്. Yes. ഇനി ആ പറയുന്നതിനകത്ത് ഒരു second. എന്തെങ്കിലും ആർക്കെങ്കിലും നിയമപരമായ പിശക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഒച്ചവെക്കല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് പറയാമായിരുന്നു. ശ്യാംകുമാർ ഒരു മിനിറ്റ് അങ്ങ് തന്നെ ഈ ചർച്ചയിൽ കുറച്ചു മുമ്പേ ഇത് ആരാണ് ഇയാൾ എന്ന് ചോദിച്ച ഭാഷ ഈ ചർച്ചയിൽ അനുവദിക്കാൻ പറ്റുന്നതല്ല. ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ അദ്ദേഹം ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് വിശ്വാസമുള്ള ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിക്ക് ചെയ്യാം. ജനങ്ങൾ മറുപടി പറയട്ടെ. ഈ ചർച്ചയിൽ ടിക്കാറാം മീണയെ അധിക്ഷേപിക്കരുത്. രാജ്യത്ത് അങ്ങനെ അപമാനിക്കാൻ നിങ്ങൾ ആക്രോശിച്ച് നിങ്ങൾ അധ്യക്ഷൻ പോയാൽ അതിനുള്ള മറുപടി നിങ്ങൾ എന്താണ് പറയുന്നത്? ടിക്കാറാം മീണയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിലപാട് ഭരണഘടനാ സ്ഥാപനത്തെ ആക്ഷേപിച്ചിരിക്കുകയാണ്. ഇപ്പൊ തന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നാളെ ഇലക്ഷൻ കമ്മീഷന് കേസെടുക്കാം. ശ്രീ ശ്യാംകുമാർ, എന്തായാലും ഈ ചർച്ചയിൽ അങ്ങ് ഉപയോഗിച്ച വാക്കിനുള്ള ഉത്തരവാദിത്വം ചാനലോ ഈ ചർച്ചയിൽ അവതരിപ്പിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് അത് പിൻവലിക്കുന്നതിന് ഒരു മടിയുമില്ല. ഒന്ന്. രണ്ട്, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഇദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങൾ സുപ്രീം കോടതിയെ തകർത്തു, അവരെ തകർത്തു. 4 ജഡ്ജിമാരുടെ തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കണം. പുറത്തു വന്ന് പത്രസമ്മേളനം നടത്തി ശരിയാണോ എന്ന് തെളിയിക്കണം. പത്രസമ്മേളനം നടത്തിയതിന് ശേഷം ഒരു ജഡ്ജി CPI നേതാവിന്റെ വീട്ടിൽ പോയത് ശരിയാണോ എന്ന് തെളിയിക്കണം. അത് കാലം തെളിയിക്കേണ്ടതാണ്. നാളെ ഇവിടെ ശ്രീ ശ്യാംകുമാർ, നിങ്ങൾക്ക് ഇവിടെ ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതൊക്കെ നമുക്ക് പല ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ജനങ്ങളോട് പോയി പറയാം. പക്ഷെ നിങ്ങൾ വാശി പിടിക്കുന്നത് ശബരിമല ഏതർത്ഥത്തിൽ? ടിക്കാറാം മീണ പറഞ്ഞ അർത്ഥത്തിൽ അല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു വിഭാഗത്തെ, അയ്യപ്പനെ കുറിച്ച് വിശ്വസിച്ച് പോകുന്ന ആ ആളുകളെല്ലാം ഞങ്ങളുടെ കൂടെ അയ്യപ്പന്റെ പടം ഞങ്ങൾ ഉപയോഗിക്കും. ഈ അഭിനന്ദിന്റെ കാര്യം നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ശബരിമല വിഷയമായി പിന്നെ എന്തിനാണ് ഓരോ ഇലക്ഷനിലും ആരെങ്കിലും അയ്യപ്പന്റെ പടം ഉപയോഗിക്കാൻ പാടുണ്ടോ? നിങ്ങൾക്ക് ഒരു ഉപയോഗത്തില് ഉപയോഗിക്കാൻ പാടുണ്ടോ? പാടില്ല. ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഈ നിയമനിർമ്മാണം ചെയ്യും എന്ന് നിങ്ങൾ എന്തിനാ പറഞ്ഞു? ഡോക്ടർ ഒരു കാര്യം കൂടെ പറഞ്ഞു. അതായത് ഈ സമരത്തിന് സ്വാമി ശരണം വിളിച്ചതുപോലെ കുമ്മനത്തെ നിർത്തിക്കൊണ്ട് സ്വാമി ശരണം വിളിക്കാൻ പറ്റില്ല. പ്രശ്നം. ശ്രീ ശ്യാംകുമാർ, നിങ്ങൾ ഈ നാമജപത്തെ എടുത്ത് റോഡിൽ ഉപയോഗിച്ചതുപോലെ അയ്യപ്പന്റെ പടം വെച്ച് സെക്രട്ടറിയുടെ മുമ്പിൽ ഇരുന്നത് പോലെ ശബരിമലയിൽ പോയി ഫ്ലക്സ് വെച്ച് വിരി വെച്ച് ഇരിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ ശരണം മുദ്രാവാക്യമാക്കുക എന്ന പരിപാടി ഉണ്ടെങ്കിൽ നടക്കില്ല സർ. ലാലെ, ഈ കാര്യങ്ങളെല്ലാം ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിലും ഈ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിലും പൂർണ്ണമായി നിയമത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിയമം ഉപയോഗിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത്, ആക്രോശിക്കുന്നത്, ഒരു സെൻസ് പറഞ്ഞോട്ടെ. ഇവർക്ക് കേരളത്തിൽ ധൈര്യമായിട്ട് ചെയ്യാൻ കാരണം എന്താ അറിയാമോ? ജയിക്കുന്ന സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് റദ്ദാവുകയുള്ളൂ. അതുകൊണ്ട് BJPക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെയൊക്കെ സ്വപ്നം. ഒരു കാര്യം പറയട്ടെ. ഇദ്ദേഹം പറയുന്നു രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെന്ന് അദ്ദേഹം 2-3 തവണ ആവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ശ്രേണിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് 2 വരി വാർത്താക്കുറിപ്പ് കൊടുത്ത് ഇന്ന് നടന്ന സംഭവത്തിൽ ടിക്കാറാം മീണയോട് മാപ്പ് ചോദിക്കാൻ ശ്രീ PS ശ്രീധരനോട് പറയാൻ പറ്റുമോ? ഇന്ന് ഒരു ഉദ്യോഗസ്ഥനെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ ഇവിടെ അപമാനിച്ചു, അദ്ദേഹത്തെ വല്ലാതെ അകാരണമായി അദ്ദേഹത്തെ ആക്രമിച്ചു. ഞാൻ ചോദിക്കുന്നു, ഒരു വരി മാപ്പ് പറയാമോ? അതിന്റെ അഹങ്കാരത്തിന്റെ ആധിക്യം കൊണ്ട് പറ്റിപ്പോയതാണ് എന്ന് ഒരു തരിമ്പെങ്കിലും കുറ്റബോധത്തോടു കൂടി കേരളത്തോട് മതിപ്പ് കൂടും. നമുക്ക് ഒരു കാര്യം ഞാൻ പറയാം. നമ്മളൊരു ചർച്ചയിൽ ഇപ്പൊ തന്നെ നിങ്ങൾ എന്നെ പ്രകോപിതനാക്കി ഞാനൊരു വാക്ക് ഉപയോഗിച്ചു. സ്വാഭാവികമായി ഒരു നമ്മൾ പിൻവലിച്ചല്ലോ. സ്വാഭാവികമായിട്ടും ചില ചർച്ചകളിൽ ആളുകൾ പ്രകോപിതരാകാറുണ്ട്. അത് ആ വ്യക്തിയോടോ ആ സംവിധാനത്തോടോ ഉള്ള എതിർപ്പ് കൊണ്ട്. ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ, രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ മേന്മ പറയുന്ന നിങ്ങളുടെ പാർട്ടിയുടെ അധ്യക്ഷൻ എത്ര തവണയാണ് സാർ ഇങ്ങനെ പ്രകോപനം വരുന്നത്? ഈ അടുത്തിടെയായിട്ട് ശബരിമലയുടെ പേരിൽ എത്ര തവണയാണ് ആളുകളെ ഇളക്കി വിട്ടത്? നിങ്ങളുടെ അണികളെയൊക്കെ ഇങ്ങനെ ചൂടുപിടിപ്പിച്ച് ഈ
നിയമ സംവിധാനത്തെ കയ്യിലെടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്, അവർ പോയി ബോംബെടുത്തെറിഞ്ഞ് ആളുകളെ പരിക്കേൽപ്പിച്ച കേസിന്റെ പേരിൽ നെട്ടോട്ടം ഓടുന്നത് നിങ്ങൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അവരെയൊക്കെ ഞങ്ങളുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ടിക്കാറാം മീണയെ അധിക്ഷേപിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തെങ്കിലും വിഷയങ്ങൾ അത് വീണ്ടും അവഹേളനമാണ്. ഇങ്ങനെ ആക്രോശിച്ചത് അദ്ദേഹത്തെ അവഹേളിച്ചതല്ല എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇങ്ങനെയാണോ ഞങ്ങളെ കസേര തരാതെ ഇരുത്തേണ്ടത്, ഇവിടെയാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്ന് കൈ ചൂണ്ടി സംസാരിക്കുന്നത്, ഇതിനൊന്നും ഒരു അധികാരവും നിങ്ങളുടെ അധ്യക്ഷനില്ല. ഇതൊക്കെ നിങ്ങളുടെ പാർട്ടി അണികളോട് മാത്രം പറയാം. ജനങ്ങളോട് പോയി നിങ്ങൾക്ക് തോന്നിയ പോലെ പറയാം. അവർ നിങ്ങളെ വോട്ട് ചെയ്ത് ഏത് രീതിയിലാണ് ആലോചിക്കട്ടെ. പക്ഷേ ടിക്കാറാം മീണ എന്ന ഉദ്യോഗസ്ഥൻ ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ്, സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ വിരട്ടരുത്. അദ്ദേഹം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഇരുന്ന് ആ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സംവിധാനം, അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നമുക്ക് കൊടുക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് നിങ്ങളുടെ ഔദാര്യം വേണ്ട, അല്ല, നിങ്ങൾ വേറെ ഒന്നും കൊടുക്കണം, പിന്തുണ കൊടുക്കണം. സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ മാർഗരേഖകൾ ചർച്ച ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് വാർത്താ സമ്മേളനത്തിൽ പറയാം. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും പറയാം. അങ്ങനെയല്ല, ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചത് നിങ്ങൾ പറയുന്നത് പോലെയല്ല. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്ന ആ നിമിഷം മുതൽ അദ്ദേഹം ഇടപെട്ടുകൊണ്ടേയിരിക്കും. BJP പറയുന്നത് പോലെയല്ല. ഈ രാജ്യത്ത് നിങ്ങൾ ഭരണത്തിൽ വരികയോ വരാതിരിക്കുകയോ ചെയ്തോളൂ. രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ആ കമ്മീഷനും ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുമാണ് ഇത് നിയന്ത്രിക്കുന്നത്. അവർ തീരുമാനിക്കും, നിങ്ങളല്ല. അല്ല, ഒരു കാര്യം, ഈ സംഭവം നടന്നുടനെ തന്നെ പ്രതികരിച്ചത് ഇവരുടെ നേതാവ് ശ്രീ കെ സുരേന്ദ്രനാണ്. അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്. ഏത് മണ്ഡലത്തിലാണെന്ന സമയത്ത് തർക്കം നടക്കാമെന്ന പത്രത്തിലൂടെ വായിക്കാൻ കഴിയുന്നത്. അടിച്ചു വെച്ച പോസ്റ്റർ പോകുന്നതിന്റെ വിഷമാണ്. അദ്ദേഹത്തിന്റെ പടം മാത്രം വെച്ചിട്ട് ഈ നാടുകളെ എന്തൊക്കെയായിരുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് പറഞ്ഞതിന്റെ പൊരുളെന്താണ്? അതിന്റെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്ന എന്താ? ഭരണഘടന, സുപ്രീം കോടതി പുറപ്പെടുവിച്ചൊരു വിധി, ആ വിധിക്കെതിരെ നാട്ടിൽ കലാപം നടത്തുന്നു, ആ വിധിക്കെതിരെ പോലീസ് സ്റ്റേഷനെതിരെ ബോംബെറിയുന്നു, ഹർത്താൽ നടത്തുന്നു, എന്നിട്ട് അതുപയോഗിച്ചുകൊണ്ട് നാട്ടിൽ വോട്ടെടുപ്പ് സമീപിക്കാൻ നോക്കുന്നു. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശ്രീ PS ശ്രീധരൻപിള്ളയുടെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഇതൊരു സുവർണാവസരമാണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അത് വേറെ ആരും പറഞ്ഞല്ലോ, ശ്രീ പിള്ള പറഞ്ഞതാണ്. അങ്ങനെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയ അത് ഏത് ഘട്ടത്തിലെ ഓപ്പർച്യൂണിറ്റി ആയ 2019 ഓപ്പർച്യൂണിറ്റി, ഈ തെരഞ്ഞെടുപ്പിന്റെ ഓപ്പർച്യൂണിറ്റി, ആ ഓപ്പർച്യൂണിറ്റി, ആ അവസാനത്തെ ബസ് ടിക്കാറാം മീണ കേടാക്കി ഇല്ലാതാക്കി എന്നുള്ളതാണ് ടിക്കാറാം മീണയോടുള്ള. വേറെ ഒന്നും ചെയ്യാൻ ഒക്കില്ല. ഇവിടെ പിണറായി വിജയനോ PS ശ്രീധരൻ പിള്ളയോ രമേശ് ചെന്നിത്തലയോ പറയുന്നത് പോലെ കേൾക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രിയല്ലേ നിങ്ങൾ ഈ രാജ്യത്തെ നിങ്ങളുടെ ഗവൺമെന്റ് 5 വർഷം നടത്തിയ എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ശബരിമലയിൽ അഭയം പ്രാപിക്കുന്നത്? നിങ്ങൾ വോട്ട് നിരോധനത്തെ കുറിച്ച് പറയൂ. നിങ്ങളുടെ മികവല്ലേ? നിങ്ങളുടെ ഈ നൂറ്റാണ്ട്, ഈ ഇന്ത്യ ഉണ്ടായതിൽ വെച്ചുണ്ടായ ഏറ്റവും വലിയ പരിഷ്കാരമായിരുന്നു നോട്ട് നിരോധനം. റിസർവ് ബാങ്കിന്റെ പറയട്ടെ, അത് പറയട്ടെ. അതല്ലല്ലോ ഇവര് പറയുന്ന അഭിമാനകരമായ നേട്ടമാണല്ലോ. എന്തായാലും ശ്രീധരൻ പിള്ളയോട് പറയാൻ നിങ്ങളുടെ പാർട്ടി അണികളും നിങ്ങളുടെ നേതാക്കളും ഒക്കെ പറയേണ്ടതാണ്. അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. വീണ്ടും അഹങ്കാരിയായ അധ്യക്ഷന്റെ കീഴിൽ, അല്ലെ അഹങ്കാരിയായ നേതാക്കളുടെ കീഴിലാണ് ഞങ്ങളുടെ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് പറയിക്കാതിരിക്കാൻ എന്ത് നടപടിയിലേക്ക് പോകണം തീരുമാനിക്കേണ്ടത് ഇനി നിങ്ങളാണ്. ഇലക്ഷൻ കമ്മീഷനെയാണ് അപമാനിച്ചത്. ഒരു സംഭവമില്ല. ഒറ്റ ചോദ്യം, അഹങ്കാരിയോ കുഴപ്പക്കാരനാണോ? ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹം അത് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം അല്ല എന്ന് തെളിയിക്കേണ്ടത്, അത് ബോധ്യപ്പെടുത്തേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കളും അതിൽ ഇടപെടേണ്ടതാണ്. രാജ്യത്തിന്റെ സംവിധാനം മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു പാർട്ടിക്കും മേൽക്കോയ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, ഒരു പാർട്ടിക്ക് നേട്ടം ഇതിന്റെ പേരിൽ ഉണ്ടാക്കിയെടുക്കാനല്ല. ദൈവത്തിന്റെ പേരിൽ വോട്ട് പിടിക്കാതിരിക്കാൻ നിയമം വെച്ച് പറഞ്ഞ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയത് എന്തിന്റെ പേരിലാണ്? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ മാറ്റണം എന്നുള്ളതാണ്. ഒറ്റ ചോദ്യം, 1 മിനിറ്റ് മാത്രം. ശ്രീ രാകേഷ് ഈ ചർച്ചയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ എടുത്ത ആ ചോദ്യത്തിലേക്ക് ഞാൻ അദ്ദേഹത്തിലേക്ക് ഒന്നുകൂടി പോവുകയാണ്, എന്നിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ രാകേഷ്, KM മാണി വല്ലാതെ പണിപ്പെട്ട് ഒരു പിളർപ്പൊഴിവാക്കാൻ നിങ്ങളുടെ പാർട്ടിയിൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. PJ ജോസഫ് മുൻപ് ആന്റണി രാജു ഒക്കെ ആ പക്ഷത്തുണ്ടായിരുന്ന ഘട്ടത്തിൽ അവർ പറഞ്ഞിട്ടും കേൾക്കാതെ തുടർന്ന് UDF-നോടൊപ്പം നിന്നുകൊണ്ട് ഇപ്പോഴും UDF-ലെ ഒരു ഘടകകക്ഷിയാകാൻ വേണ്ടി പുതിയ അടവുകൾ പയറ്റി അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ഈ കാര്യത്തിൽ പിളർപ്പൊഴിവാക്കാനെന്ന് പറഞ്ഞുകൊണ്ട് PJ ജോസഫിനെ UDF-ലെ മാണിയേക്കാൾ വലിയൊരു പ്രബല കക്ഷിയാക്കി മാറ്റാൻ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുകയാണോ? അല്ല, ഇപ്പം ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ മാത്രമാണ്. കാരണം നടക്കുന്നത് അതായതുകൊണ്ടാണ്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ,
അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ കാരണം ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീ പി.ജെ. ജോസഫ് സാർ UDFന്റെ നേതാക്കന്മാരുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പി.ജെ. ജോസഫിന് എന്ത് അധികാരം ആ കാര്യത്തിൽ അങ്ങനെ നടത്താൻ? നിങ്ങളുടെ പാർട്ടിയുടെ അധ്യക്ഷനും പാർട്ടി ഘടകങ്ങളും തീരുമാനിച്ചൊരു കാര്യം KM മാണി തീരുമാനിച്ച് തോമസ് ചാഴിക്കാടിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയാൽ അതനുസരിച്ച് പോകാതെ ജോസഫ് അവിടെ ഒരു പുതിയ ഘടകകക്ഷിയായി UDFനെ ബലപ്പെടുത്താൻ വേണ്ടി വേറെ ചർച്ചകൾ നടത്തുന്നത് നിങ്ങളുടെ പാർട്ടിയെ ദുർബലപ്പെടുത്താനല്ല. ഒരിക്കലുമല്ല. ഈ സീറ്റ് എന്ന് പറയുന്നത് UDFന്റെ സീറ്റാണ്. UDFന്റെ സീറ്റ് ആകുമ്പോൾ ആ സീറ്റിലെ സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങൾ ആത്യന്തികമായി അത് അഫക്ട് ചെയ്യുന്നത് UDFനെയാണ്. ആ ചോദ്യത്തിന് കോൺഗ്രസിന് അങ്ങനെ ഒരു മറുപടി പറയാൻ സാധിക്കൂ. ശ്രീ ആന്റണി രാജു, അറിയാവുന്ന നേതാവ്, ഈ പാർട്ടിയെ കുറിച്ച് അറിയാവുന്ന നേതാവ്, താങ്കൾ ഈ ചർച്ച അവസാനിപ്പിക്കാം. ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് എന്ത് പ്രസക്തി? അല്ല, ഇത് അങ്ങ് പറഞ്ഞത് വളരെ ശരിയല്ലേ. ഇത് കഥയറിയാതെ ചിലർ ആട്ടം കാണുകയാണ്. അങ്ങ് പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിക്കകത്തുള്ള തീരുമാനത്തെ ചോദ്യം ചെയ്ത് മറ്റൊരു പാർട്ടി നേതാക്കന്മാരെ കണ്ടു നടന്നതിന് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ്, അച്ചടക്കലംഘനമാണ്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ഇവർക്ക് പാർട്ടിക്കകത്ത് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇവർ പറയുന്നത് എന്താ, സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ട്. ചെയ്യേണ്ടത് എന്താ, സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഭൂരിപക്ഷമുള്ള ആളുകളെ അണിനിരത്തിക്കൊണ്ട് പറയണ്ടേ ജനങ്ങളോട്, ഇതാ ഭൂരിപക്ഷം പേര് പറയുന്നു, ഇതാണ് തീരുമാനം, KM മാണി എടുത്തത് ഭൂരിപക്ഷ തീരുമാനമല്ല എന്ന് ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ ഭൂരിപക്ഷങ്ങളെ വിളിച്ചുകൂട്ടി കാണിക്കട്ടെ. അത് കാണിക്കാൻ കഴിയില്ല. കാരണം സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും എല്ലാ കമ്മിറ്റികളിലും KM മാണിക്ക് മൃഗീയമായ ഭൂരിപക്ഷമാണ്. 100% പേരുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിനാണ്. അതുകൊണ്ടാണ് ആ കമ്മിറ്റി, ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കാൽ കീഴിൽ നേതാക്കന്മാരുടെ അഭയം പ്രാപിക്കുന്ന ഒരു കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ നമ്മളാരും കണ്ടിട്ടില്ല. എന്തായാലും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇടപെടുകയാണ്. ആ കാര്യത്തിൽ പെരുമാറ്റ ചട്ട ലംഘനമാണ് പി.ജെ. ജോസഫ് നടത്തുന്നത് എന്ന വിലയിരുത്തലിലേക്ക് ഏറ്റവും അവസാനം ചർച്ച പോകേണ്ടി വരുന്നു. BJPയുടെ അധ്യക്ഷനും നേതാക്കളും ഇന്ന് ടിക്കാറാം മീണയോട് കാണിച്ച പെരുമാറ്റ ചട്ട ലംഘനത്തിന് എന്ത് മറുപടി വരും ദിവസങ്ങളിൽ അവർ ജനങ്ങളോട് പറയുമെന്നതും കാത്തിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് അഡ്വക്കേറ്റ് ആന്റണി രാജു, ശ്രീ ശ്യാംകുമാർ, ശ്രീ രാഗേഷ്, ശ്രീ സജി മഞ്ഞക്കടമ്പൻ, അഡ്വക്കേറ്റ് A. റഹീം. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.